ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, ഒരു യോദ്ധാവും സാധാരണക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യോദ്ധാവ് തൻ്റെ മുന്നിൽ വരുന്നത് എന്തും വെല്ലുവിളികളായി ഏറ്റെടുക്കുന്നു. അതിൻ്റെ പുറകെ സർവശക്തിയും പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഏറ്റെടുത്ത കർത്തവ്യം പൂർണ്ണമായും വിജയകരം ആകുന്നതുവരെ അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നു. സാധാരണക്കാരനോ സംഭവിക്കുന്നതെല്ലാം ഭാഗ്യമോ ഭാഗ്യദോഷമോ എന്ന് കരുതി സ്വന്തം കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നു. നിങ്ങളാരായി മാറണം? യോദ്ധാവായി മാറണം. സ്വപ്നം നേടുന്നതുവരെ പൊരുതി നിൽക്കുന്ന ഒരു യോദ്ധാവായി തന്നെ മാറണം. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. നമുക്ക് ആരംഭിക്കാം. ഗവർണർ എന്ന് പറയുന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഗവർണർ പാർട്ട് 1 നമ്മൾ പഠിച്ചു. ആരാണ് ഗവർണറെന്നും ഗവർണറുമായി ബന്ധപ്പെട്ട കുറച്ച് ആർട്ടിക്കിളുകൾ, ഗവർണറുടെ അപ്പോയിൻമെൻറ്റ്, ഗവർണർ ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ, ഗവർണറുടെ യോഗ്യത, കാലാവധി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളിൽ അടിസ്ഥാനമാക്കി നമ്മൾ കുറേ കാര്യങ്ങൾ, കുറേ ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഗവർണറുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ടാം ഭാഗത്ത് പഠിക്കാനുള്ളത്. അതിൽ ആദ്യമായി ഗവർണറുടെ അധികാരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് പതിവ് പോലെ ഈ ഭാഗത്ത് നിന്ന് ഈ അടുത്ത കാലത്ത് PSCയുടെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ, PYQs, ഒരു 3-4 ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം: വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് കറക്റ്റ്? ഗവർണറുമായി ബന്ധപ്പെട്ട്, സംസ്ഥാന ഗവർണറുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ കറക്റ്റ്, കീവേഡ് കറക്റ്റ് ആണ്, ഓർത്തോളുക. ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് സ്റ്റേറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് ദി ഗവർണർ which he or she exercise himself or through subordinates officers. അതായത് നമ്മുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ എന്ന് പറഞ്ഞാൽ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ അധികാരങ്ങളും ഗവർണറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അത് ഗവർണർ നേരിട്ടോ മറ്റ് സബോർഡിനേറ്റ്സ് വഴിയോ നിർവഹിക്കുന്നു. ആ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. സംശയമുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും. രണ്ടാമത്തെ പ്രസ്താവന: ദി ഗവർണർ ഗീവ്സ് അസെൻറ്റ്, വിത്ത്ഹോൾഡ് അസെൻറ്റ് ഓർ റിസർവ് ഫോർ കൺസിഡറേഷൻ ഓഫ് ദി ബിൽ പാസ്ഡ് ബൈ ലെജിസ്ലേറ്റീവ് അസംബ്ലി. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ഒരു ബില്ല് ഗവർണർക്ക് അംഗീകാരം കൊടുക്കാം, തടഞ്ഞു വയ്ക്കാം, അല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം. ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. മൂന്നാമത്തത്: ദി ഗവർണർ ഈസ് കൺസൾട്ടഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്. ഒരു ഹൈക്കോടതിയിലെ ജഡ്ജിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് നിങ്ങൾക്കറിയാം. ഹൈക്കോടതി ജഡ്ജിയെ രാഷ്ട്രപതി നിയമിക്കുമ്പോൾ ആ സംസ്ഥാനത്തെ ഗവർണറുമായിട്ട് കൂടിയാലോചിച്ചിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ശരിയോ തെറ്റോ? അടുത്തത്: ദി ഗവർണർ കനോട്ട് ആക്ട് അറ്റ് ഹിസ് ഓർ ഹെർ ഓൺ ഡിസ്ക്രിഷൻ വൈൽ പെർഫോമിങ് ഹിസ് ഡ്യൂട്ടി. ഗവർണർ അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ചില വിവേചനാധികാരങ്ങൾ പ്രയോഗിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയോ തെറ്റോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്കിപ്പോൾ കിട്ടും, ഇന്നത്തെ ക്ലാസ് കാണുമ്പം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരു പ്രധാന ചോദ്യമാണ്. നല്ല ചോദ്യമായിരുന്നു, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇത് പ്രീവിയസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്നുകൂടി ഈ ചോദ്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക: ഫൈൻഡ് ഔട്ട് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റിഗാർഡ് ടു ഓഫീസ് ഓഫ് ഗവർണർ. ഗവർണർ പദവിയുമായി ബന്ധപ്പെട്ടുള്ള റോങ് സ്റ്റേറ്റ്മെൻറ്റ്. നേരത്തെ കറക്റ്റ് ആയിരുന്നു, ഇപ്പോൾ റോങ് ആണ്. കീവേഡൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. പരീക്ഷ എഴുതുമ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അതിൻ്റെ കീവേഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് താഴേക്ക് വായിക്കുക. നോക്കൂ, നമുക്ക് റോങ് ആണ് വേണ്ടത്. ഗവർണർ ഈസ്
എ പാർട്ട് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ ഒരു ഭാഗമാണ് ഗവർണർ. ശരിയോ തെറ്റോ? ഗവർണർ ഹാസ് പവർ ടു അപ്പോയിൻറ്റ് ജഡ്ജസ് ഓഫ് സ്റ്റേറ്റ് ഹൈക്കോർട്ട്. ഹൈക്കോടതി, സംസ്ഥാന ഹൈക്കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറാണ് എന്നാ പറയുന്നത്. ശരിയോ തെറ്റോ? നോക്കാം. ഗവർണർ ഹാസ് പവർ ടു നോമിനേറ്റ് മെമ്പേഴ്സ് ടു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സംസ്ഥാന നിയമസഭകളിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഗവർണർ ഹാസ് പവർ ടു അപ്പോയിൻറ്റ് ഹിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ, ഗവർണറല്ലേ സംസ്ഥാനത്തിൻ്റെ തലവൻ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ എന്ന് തന്നെയാണ് പറയുന്നത്. ആ മന്ത്രിസഭയിലേക്ക് മന്ത്രിമാരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ അധികാരമാണ് എന്നാണ് പറയുന്നത്. മലയാളത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. ഗവർണർ ഓഫീസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ഗവർണർ സംസ്ഥാന നിയമസഭയുടെ ഭാഗമാണ്. സംസ്ഥാന ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. സംസ്ഥാന നിയമസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഗവർണർക്ക് തൻ്റെ മന്ത്രിസഭയെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ സാരമില്ല, അല്പം കഴിയുമ്പോൾ നിങ്ങൾക്കത് പറയാൻ കഴിയും. അടുത്തൊരു ചോദ്യവും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് അമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ? ഇവിടെ കീവേഡ് എന്താണ്? ട്രൂ ആണ്, ശരിയായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഓഫ് ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഷാൽ ബി എക്സ്പ്രസ്ഡ് ടു ബി ടേക്കൺ ഇൻ ദി നെയിം ഓഫ് ദി ഗവർണർ. ഒരു സംസ്ഥാനത്തിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളും ഗവർണറുടെ പേരിലാണ്. ഇൻ ദി നെയിം ഓഫ് ഗവർണർ, ഗവർണറുടെ പേരിലാണ് നടത്തപ്പെടുന്നത്. ശരിയോ തെറ്റോ? ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ വിത്ത് ചീഫ് മിനിസ്റ്റർ അറ്റ് ദി ഹെഡ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗവർണർ ഇൻ ദി എക്സസൈസ് ഓഫ് ഹിസ് ഫംഗ്ഷൻ എക്സെപ്റ്റ് ഇൻ സോ ഫാർ as he is by or under the constitution required to exercise his functions or any of them in his discretion. നോക്കൂ, അത് ഒരു നീണ്ട സെൻറ്റൻസ് ആണ്. അതായത് ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് ഒരു മന്ത്രിസഭ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കും ഗവർണറെ ഉപദേശിക്കാനായിട്ട്. ശരിയല്ലേ? ഉപദേശിക്കാൻ അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻ എക്സെപ്റ്റ് ഏതൊഴികെ ഇൻ സോ ഫാർ as he is by or under the constitution required to exercise his function. ഭരണഘടനയിൽ ഇദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണൽ പവർ, ഇദ്ദേഹത്തിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ ഒഴികെ. അതിലെന്തായാലും മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഉപദേശിക്കാൻ പറ്റില്ലല്ലോ, കൗൺസിലിന് ഉപദേശിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഭരണഘടനയിൽ എന്ത് ഗവർണർക്ക് ചെയ്യാമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതും ഇനി ഗവർണറുടെ ഡിസ്ക്രിഷണൽ പവർ, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഡിസ്ക്രിഷണൽ പവറും ഉണ്ട്, സിറ്റുവേഷണലായിട്ടുള്ള ഡിസ്ക്രിഷണൽ പവറും ഉണ്ട്. അത് ഗവർണറുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അതിലൊന്നും ആരും ഉപദേശിക്കേണ്ടതില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും മന്ത്രിസഭ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് ഉപദേശങ്ങൾ നൽകുന്നു. അതായത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഗവർണറുടെ ഡ്യൂട്ടിയെക്കുറിച്ചോ ഗവർണറുടെ വിവേചന അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇതൊക്കെ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒരു സംസ്ഥാന മന്ത്രിസഭയ്ക്ക്, മുഖ്യമന്ത്രിയുടെ നേതൃത്വമുള്ള സംസ്ഥാന മന്ത്രിസഭയ്ക്ക് ഗവർണറെ ഉപദേശിക്കാം എന്നാ പറയുന്നത്. ശരിയോ തെറ്റോ കണ്ടെത്തുക. ദി ഗവർണർ അപ്പോയിൻറ്റ്സ് ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് ഗവർണർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയോ തെറ്റോ എന്ന് നമ്മളിപ്പം പഠിക്കും. The person to be eligible for appointment as governor should be citizen of India, has completed the age of 30 years. അതായത് ഒരു ഗവർണർ പദവിയിലേക്ക് വരുന്ന വ്യക്തിയുടെ യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം, 30 വയസ്സ് തികഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ശരിയോ തെറ്റോ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് കണ്ടെത്തുക. ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ പഠിച്ചതാണ്. ഇനിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. വാസ്തവത്തിൽ ഗവർണറുടെ പ്രായപരിധിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 30 വയസ്സ് പോരാ അല്ലേ, 35 വയസ്സ് തികഞ്ഞാൽ മാത്രമേ ഗവർണർ ആകാൻ കഴിയുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അടുത്തൊരു ചെറിയ ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഗവർണർ പ്രോമുൾഗേറ്റ്സ് ഓർഡിനൻസ്? ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം? ഇത് രാഷ്ട്രപതി പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഒരു എളുപ്പമാർഗം. രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് 123 ആർട്ടിക്കിൾ പ്രകാരം. ആ 2 എടുത്ത് ആദ്യം ഇട്ടാൽ ഗവർണർ
ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതാകും എന്ന് പണ്ടേ ഞാൻ പറഞ്ഞു. അതിവിടെ ഉണ്ടാവും, നോക്കുക. 1, 2, 3 ഇത് രാഷ്ട്രപതിയുടെ ആണ്. ആ 2നെ എടുത്ത് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ആകുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വല്ലതും ഇവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് PSCയുടെ പരീക്ഷകളിൽ വരുന്ന ചോദ്യങ്ങളെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പോർഷനിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് പവേഴ്സ് ഓഫ് ഗവർണർ. ഗവർണറുടെ അധികാരങ്ങളാണ് പവേഴ്സ്. ഒരു സംസ്ഥാന ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്? പ്രധാനമായിട്ടും നിങ്ങൾ ഓർക്കണം, ഒരു സംസ്ഥാന ഗവർണർക്ക് 4 പ്രധാനപ്പെട്ട അധികാരങ്ങളാണുള്ളത്. എക്സിക്യൂട്ടീവ് പവർ, ലെജിസ്ലേറ്റീവ് പവർ, ഫിനാൻഷ്യൽ പവർ ആൻഡ് ജുഡീഷ്യൽ പവർ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാര്യനിർവഹണ അധികാരം, ഭരണ നിർവഹണ അധികാരം, നിയമനിർമ്മാണ അധികാരം, സാമ്പത്തിക അധികാരം, നീതിന്യായ അധികാരം. മനസ്സിലാകുന്നുണ്ടല്ലോ? എക്സിക്യൂട്ടീവ് പവർ, ലെജിസ്ലേറ്റീവ് പവർ, ഫിനാൻഷ്യൽ പവർ ആൻഡ് ജുഡീഷ്യൽ പവർ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സിക്യൂട്ടീവ് പവർ, ഭരണപരമായിട്ടുള്ള അധികാരങ്ങൾ, കാര്യനിർവഹണ അധികാരങ്ങൾ. നമുക്കൊന്ന് പരിശോധിക്കാം. ആക്ടിങ് ആസ് ദി സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഗവർണർ ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനാണ് ഗവർണർ. അങ്ങനെ ഗവർണർ ഭരണഘടനാ തലവൻ എന്നുള്ള നിലയിൽ എക്സിക്യൂട്ട്സ് ഓൾ ഗവൺമെൻറ് ആക്ഷൻ ഇൻ ഹിസ് നെയിം. എല്ലാ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും ഗവർണറുടെ പേരിൽ തന്നെയാണ്. ഇൻ ദി നെയിം ഓഫ് ഗവർണർ. ഒരു സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് തലവൻ എന്നുള്ള നിലയിൽ ആ സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എല്ലാ ആക്ഷനും ഗവർണറുടെ പേരിൽ മാത്രമേ നടത്തപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് അധികാരമുണ്ട്? എക്സിക്യൂട്ടീവ് പവർ. ഇനി നോക്കൂ, ആ എക്സിക്യൂട്ടീവ് പവർ വച്ചുകൊണ്ടാണ് അദ്ദേഹം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പല പദവികളിലേക്കും നിയമനം നടത്തുന്നത്. ഹി മേക്സ് കീ അപ്പോയിൻമെൻറ്റ്സ്. സംസ്ഥാനത്തെ ഭരണഘടനാ പദവികളുണ്ട് കുറേ. വളരെ ശ്രദ്ധേയങ്ങളായ ചില ഭരണഘടനാ പദവിയുണ്ട്, അല്ലാത്ത ചില പദവികളുമുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളല്ലാത്തതുകൊണ്ട് അതിലും ഗവർണർക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട്, പലതിലും. അതിലേക്ക് നമുക്ക് പറയാം. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പദവികളിലേക്കുള്ള നിയമനം നടത്തുന്നത് ഗവർണറുടെ എക്സിക്യൂട്ടീവ് പവറിൻ്റെ ഭാഗമാണ്. ഉദാഹരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. എക്സാമ്പിൾ, അപ്പോയിൻമെൻറ്റ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ്. കണ്ട, എക്സിക്യൂട്ടീവ് പവറിൽ, ഗവർണർ എക്സിക്യൂട്ടീവ് പവറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നു. മിനിസ്റ്റേഴ്സ്, സംസ്ഥാന മന്ത്രിമാരെ നിയമിക്കുന്നു. മുഖ്യമന്ത്രിയെയും സംസ്ഥാന മന്ത്രിമാരെയും നിയമിക്കുന്നത് ഗവർണർ തന്നെയാണ്. അഡ്വക്കേറ്റ് ജനറൽ, ഫസ്റ്റ് ലീഗൽ ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ്, ഒരു സംസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്ന, സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമകാര്യങ്ങളിൽ ഉപദേശം നൽകുന്ന വ്യക്തിയായ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? ഗവർണറാണ്. അതും അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവറിലെ ആണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ഹി അപ്പോയിൻറ്റ്സ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഒരു സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാനത്തിൻ്റെയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ രാഷ്ട്രപതിയാണ്. സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടി. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതും ഗവർണറാണ്. അത് അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവറിൻ്റെ ഭാഗമാണ്, നിയമനാധികാരം ആണ്. സ്റ്റേറ്റ് PSC, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ഗവർണർ. പക്ഷെ അവരെ പിരിച്ചുവിടാനുള്ള അധികാരം ഗവർണർക്കില്ല. അത് നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കേ ഉള്ളൂ. മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ അപ്പോയിൻറ്റഡ് ബൈ ദി ഗവർണർ. വൈസ് ചാൻസലർ ഓഫ് യൂണിവേഴ്സിറ്റീസ്. ശ്രദ്ധിക്കുക, യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ് ഗവർണർ. എക്സ് ഒഫിഷ്യോ പോസ്റ്റാണ്. സംസ്ഥാനത്തെ ഏത് യൂണിവേഴ്സിറ്റി ഉണ്ടോ ആ യൂണിവേഴ്സിറ്റികളുടെ എല്ലാം ചാൻസലർ സ്ഥാനം ഗവർണർക്കാണ്. അതാരും തിരഞ്ഞെടുക്കുന്നതല്ല.
അല്ലെങ്കിൽ ആരും നിയമിക്കുന്നതല്ല. അത് ഗവർണർ എന്ന പദവിയിലൂടെ കിട്ടുന്ന ഒരു എക്സ് ഒഫീഷ്യോ പോസ്റ്റാണ് ചാൻസലർ എന്നത്. ആ ചാൻസലറായ ഗവർണറാണ് ഓരോ യൂണിവേഴ്സിറ്റിയിലെയും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത്. വൈസ് ചാൻസലർ നിയമിക്കുന്ന ആ വ്യക്തി തന്നെയാണ്, നിയമിക്കപ്പെടുന്ന പോസ്റ്റ് തന്നെയാണ്. അത് എക്സ് ഒഫീഷ്യോ അല്ല. ഒരു വ്യക്തിയെ ഗവർണറാണ് നിയമിക്കുന്നത് വൈസ് ചാൻസലറായിട്ട്. അപ്പം വൈസ് ചാൻസലർ നിയമിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്, സംസ്ഥാനത്തെ ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥനായ അഡ്വക്കേറ്റ് ജനറൽ നിയമിക്കുന്നത്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും നിയമിക്കുന്നത് ഇതൊക്കെ ഗവർണറാണ്. ഇത് അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവറിൽ ഉൾപ്പെട്ടതാണ്, അഥവാ നിയമനാധികാരത്തിൽ ഉൾപ്പെട്ടതാണ്, ഭരണനിർവഹണാധികാരത്തിൽ ഉൾപ്പെട്ടതാണ്. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെയൊക്കെ ആർട്ടിക്കിളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതും നമ്മൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ പോകണം, അങ്ങോട്ട് വരുമ്പോൾ ഉണ്ട്. ഡ്യൂറിങ് പ്രസിഡൻസ് റൂൾ ഇൻ ദി സ്റ്റേറ്റ്. പ്രസിഡൻസ് റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രാഷ്ട്രപതി ഭരണം. സംസ്ഥാന അടിയന്തരാവസ്ഥയാണ് പ്രസിഡൻസ് റൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്ന് പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണേ, സബ്സ്റ്റിറ്റ്യൂട്ട് വാക്കുകളൊക്കെ പഠിക്കണം. സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ പറയുക, അത് പ്രസിഡൻസ് റൂളാണ്, രാഷ്ട്രപതി ഭരണമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസിയാണ്, ഭരണഘടനാ അടിയന്തരാവസ്ഥ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾ 356 പ്രകാരമാണ് പ്രസിഡൻസ് റൂൾ ഡിക്ലെയർ ചെയ്യുന്നത്. 356 വകുപ്പ് പ്രകാരം. അങ്ങനെ പ്രസിഡൻസ് റൂള് ഉണ്ടായിരിക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് ആക്ഷൻ ആർ കണ്ടക്റ്റഡ് ബൈ പ്രസിഡന്റ് ത്രൂ ഗവർണർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. എവിടെയൊക്കെയാണോ, ഏത് സംസ്ഥാനത്താണോ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചാൽ രാഷ്ട്രപതി ആരിലൂടെയാണ് അവിടെ ഭരണം നടത്തുന്നത്? ആ സംസ്ഥാനത്തിൻ്റെ ഗവർണറിലൂടെയാണ്. ഗവർണറെ ഏൽപ്പിക്കും. രാഷ്ട്രപതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഗവർണർ തന്നെയാണ് അവിടെ ഭരണനിർവഹണം നടത്തേണ്ടത്. വാസ്തവത്തിൽ അവിടെ ഭരണനിർവഹണം നടത്തുന്നത് ആര് എന്ന് വെച്ചാൽ രാഷ്ട്രപതിയാണ്. ആരിലൂടെ? ഗവർണറിലൂടെ. ഏത് സമയത്ത്? ഡ്യൂറിങ് പ്രസിഡൻസ് റൂൾ. രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ശരിക്കും അവിടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആ സംസ്ഥാനത്തിൻ്റെ ഗവർണറിലൂടെയാണ്. വ്യക്തമായി പഠിക്കണം. അപ്പോൾ ഗവർണർ അവിടെയുള്ള കുറേ എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ ചെയ്യുകയാണ്. അതും രാഷ്ട്രപതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രസിഡൻസ് റൂൾ സമയത്ത് പ്രവർത്തിക്കുക എന്നതും ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഡ്യൂട്ടിയിലും അധികാരത്തിലും ഒക്കെ പെട്ട കാര്യമാണെന്ന് ഓർക്കുക. ഇതാണ് എക്സിക്യൂട്ടീവ് പവർ. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലെജിസ്ലേറ്റീവ് പവർ. നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ പഠിച്ചു വെക്കണേ. നോക്കാം. ഇഫ് ബോത്ത് ഓഫീസ് ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ആർ വേക്കൻറ്റ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റാണ് അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന, പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന സ്പീക്കർ. ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്പീക്കർ ദി സെഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് കണ്ടക്റ്റഡ് ബൈ ഡെപ്യൂട്ടി സ്പീക്കർ. അങ്ങനെയാണല്ലോ, സ്പീക്കറുടെ അഭാവത്തിൽ സമ്മേളനങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. പക്ഷേ ഇവിടെ പറയും, നോക്കൂ, ബോത്ത് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ, ഓഫീസ് ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ആർ വേക്കൻറ്റ്. സ്പീക്കർ പദവി അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു, ഡെപ്യൂട്ടി സ്പീക്കറുടെ പദവിയും ഒഴിഞ്ഞു കിടക്കുന്നു. പല കാരണങ്ങളും ഉണ്ടാക്കാം. ചിലപ്പം പെട്ടെന്ന് സ്പീക്കർ മരണപ്പെട്ടു പോവുകയോ, അല്ലെങ്കിൽ അദ്ദേഹം ഇൻകേപ്പബിളായി മാറുകയോ, അദ്ദേഹത്തിന് ആ സ്ഥലത്തില്ലാതായി മാറുകയോ ഒക്കെ ചെയ്യുന്ന. ഇതേപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർക്കും പല അസൗകര്യങ്ങളോ, അല്ലെങ്കിൽ അവിടെ ഇല്ല, ആ പോസ്റ്റിൽ ആളില്ല, 2 പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോഴവിടെ ഗവർണർക്ക് റോളുണ്ട്. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിച്ച് കളയരുത്. അപ്പോൾ സ്പീക്കറായിട്ട് ഗവർണർ ആക്ട് ചെയ്യണമെന്നല്ല ഇവിടെ പറയാൻ പോകുന്നത്, അങ്ങനെ തെറ്റിദ്ധരിച്ച് കളയരുത്. അങ്ങനെ 2 പദവി ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഗവർണർ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി എംപവേർഡ് ടു അപ്പോയിൻറ്റ് എനി മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു ടെമ്പററി ആക്ട് ആസ് സ്പീക്കർ. അതായത് സഭയിലുള്ള ഏതെങ്കിലും ഒരു അംഗത്തെ താൽക്കാലിക സ്പീക്കറായിട്ട് ഗവർണറാണ് നിയമനം നടത്തുന്നത്. ഇത് നല്ല ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. സംസ്ഥാന നിയമസഭയിലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നീ പദവികൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ആരാണ് ചുമതലപ്പെടുത്തുന്നത്? ആരെയാണ് ചുമതലപ്പെടുത്തുന്നത്? ആ സംസ്ഥാന നിയമസഭയിലെ ഒരംഗത്തെ, ഏതെങ്കിലും ഒരു അംഗത്തെ താൽക്കാലിക സ്പീക്കറായി നിയമിക്കുന്നത് ആര്?
ഗവർണർ, ആ സംസ്ഥാന ഗവർണറാണ്. രണ്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു സംസ്ഥാനത്തെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവികൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ആ നിയമസഭയിലെ ഒരംഗത്തെ താൽക്കാലിക സ്പീക്കറായിട്ട് ഗവർണർക്ക് നിയമിക്കാം. പക്ഷെ അവിടെ ഓർക്കണം, ദിസ് അപ്പോയിൻറ്റഡ് മെമ്പർ വിൽ പെർഫോം ദി ഡ്യൂട്ടീസ് ഓഫ് ഓഫീസ് അൻറ്റിൽ അസംബ്ലി ഇലക്ട്സ് ന്യൂ സ്പീക്കർ ഓർ ന്യൂ ഡെപ്യൂട്ടി സ്പീക്കർ. ആ വ്യക്തിക്ക് ഏതുവരെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ? സ്ഥിരമായി സ്പീക്കർ അല്ല. സ്ഥിരം സ്പീക്കറെ ഗവർണർക്ക് ഇങ്ങനെ നിയമിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഉടനെ തെരഞ്ഞെടുപ്പ് വരും. സ്പീക്കറെയോ ഡെപ്യൂട്ടി സ്പീക്കറെയോ തിരഞ്ഞെടുക്കും. അതുവരെ ഇങ്ങനെ ഗവർണർ നിയമിച്ച വ്യക്തിക്ക് സ്പീക്കറായോ ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറായിട്ട് പ്രവർത്തിക്കാവുന്നതാണ്. എന്നിട്ട് സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കർ ആരെങ്കിലും ഒരു ആളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ സമയം ഈ ഗവർണർ നിയമിച്ച വ്യക്തിയുടെ അധികാരം ഇല്ലാതാകുന്നു, സാധാ മെമ്പറായി മാറുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? നല്ല പോയിൻ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദ്യത്തിൽ വന്ന് കുഴപ്പിക്കുന്നതാണ്. ശ്രദ്ധിക്കണം. ഇഫ് ബോത്ത് ദി ഓഫീസേഴ്സ് ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ആർ വേക്കൻറ്റ്, സംസ്ഥാന നിയമസഭയിലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവികൾ ഒഴിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ആരാണ് അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്? ഗവർണറാണ്. ദി ഗവർണർ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി എംപവേർഡ് ടു അപ്പോയിൻറ്റ് എനി മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ OMR പല രീതിയിൽ ചോദിക്കാം. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ സംസ്ഥാന നിയമസഭയിൽ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ആരാണ് താൽക്കാലിക സ്പീക്കറെ നിയമിക്കേണ്ടത്? ഗവർണറാണ്. ആരെയാണ് ഗവർണർ താൽക്കാലിക സ്പീക്കറായി നിയമിക്കുന്നത്? അടുത്ത ചോദ്യം. ആ നിയമസഭയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ ഗവർണർക്ക് താൽക്കാലിക സ്പീക്കറായി നിയമിക്കാം. അങ്ങനെ ഗവർണർ താൽക്കാലിക സ്പീക്കറായി നിയമിക്കുന്ന വ്യക്തി ഏതുവരെ, എത്ര കാലം അദ്ദേഹത്തിന് ഗവർണറായി പ്രവർത്തിക്കാം? സഭയിൽ പുതിയ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ. ആ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഏത് രീതിയിൽ OMR ആയിട്ടും സ്റ്റേറ്റ്മെൻ്റായിട്ടും ചോദിക്കാവുന്നതാണ്. മനസ്സിലാക്കി വെച്ചോളുക. ഇതപ്പോൾ അങ്ങനെ താൽക്കാലിക ഗവർണർ നിയമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ അധികാരമല്ലേ? അത് ശരിക്ക് നിയമനിർമ്മാണോ അധികാരത്തിൽപ്പെട്ടതല്ലേ? പാർലമെൻറ്റിലെ അധികാരം, അതാണ് ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട അധികാരം അല്ലേ? ശരി, അടുത്ത് നോക്കൂ. ദി ഗവർണർ നോമിനേറ്റ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാ വരുന്നു. ഗവർണർ നോമിനേറ്റ് 1/6, 1/6 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അസംബ്ലി അല്ല. നിങ്ങൾക്കറിയാമല്ലോ, ചില സംസ്ഥാനങ്ങൾക്ക് ബൈക്യാമറലിസം ഉണ്ടായിരിക്കും, ദ്വിമണ്ഡല സംവിധാനം. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാകും, ഉപരിസഭയായി ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടാകും. നമ്മുടെ ലോകസഭയും രാജ്യസഭയും പോലെ. മനസ്സിലാകുന്നല്ലോ? അങ്ങനെ 2 സഭകളുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഉള്ള 6/1 അംഗങ്ങൾ, ആകെ അംഗങ്ങളുടെ 6/1 അംഗങ്ങളെ ഗവർണറാണ് നോമിനേറ്റ് ചെയ്യുന്നത്. 5 ഭാഗവും തിരഞ്ഞെടുപ്പിലൂടെ വരുന്നതും 1 അംഗങ്ങളെ സംസ്ഥാന കൗൺസിലിലേക്കുള്ള 1 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഗവർണറാണ്. ഇതേ ഗവർണർ സംസ്ഥാന നിയമസഭയിലേക്ക് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയും നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കി. ഏത് ഭേദഗതിയിലൂടെ? 104 ഭരണഘടനാ ഭേദഗതിയിലൂടെ 2020. 2019 എന്ന് പറയുന്നതിലും ശരിയാണ്, തെറ്റൊന്നുമില്ല. ബില്ല് വന്നത് 2019. ചില ബുക്കുകളിലൊക്കെ ചില സ്ഥലങ്ങളിൽ 104 ഭേദഗതി 2019 ചിലയിടത്ത് 2020. ശരിക്കും ഈ ഭേദഗതി നിയമം പാസ്സാക്കി വന്നത് 2020. നമ്മളതുകൊണ്ട് 2020 ഇതിൻ്റെ കൂടി ചേർത്ത് പറയുന്നത്. ഇനി എവിടെയെങ്കിലും 2019 കിടന്നാൽ അയ്യോ തെറ്റ് എന്ന് പറഞ്ഞു കളയരുത്. എന്തായാലും ഭേദഗതി മാറരുത്, 104 ഭേദഗതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ, ചില സംസ്ഥാനങ്ങൾക്ക് ബൈക്യാമറലിസം ഉണ്ട്. ആദ്യം അത് മനസ്സിലാക്കുക. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന അപ്പർ ഹൗസും ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന ലോവർ ഹൗസും ഉണ്ട്. ആ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്ന അപ്പർ ഹൗസിലെ ആകെ അംഗങ്ങളുടെ 6/1 പേര് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. സച്ച് സിസ്റ്റം വാസ് അബോളിഷ്ഡ് ബൈ 104 അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2020. അതിപ്പോഴില്ല. അപ്പം
സംസ്ഥാന കൗൺസിലിലേക്ക് 1/6 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഗവർണറാണ്. എങ്ങനെയുള്ള ആളുകളെയാണ്? ദീസ് നോമിനേറ്റഡ് ഇൻഡിവിജ്വൽസ് ആർ സെലക്റ്റഡ് ബേസ്ഡ് ഓൺ ദെയർ സ്പെഷ്യൽ നോളജ് ആൻഡ് പ്രാക്ടീസ്. എങ്ങനെയെങ്കിലുമുള്ള 1 പേരെ അല്ല തിരഞ്ഞെടുക്കുന്നത്. നോക്കൂ, സ്പെഷ്യൽ നോളജ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ, സയൻസ്, ആർട്ട്, സോഷ്യൽ സർവീസ്. നോക്കൂ, സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹ്യ സേവനം. മനസ്സിലാവുന്നുണ്ടല്ലോ? സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 1/6 അംഗങ്ങളെ, കൗൺസിലിലേക്ക് എത്ര അംഗങ്ങൾ വേണോ അതിൽ 1/6 അംഗങ്ങളെ നമ്മുടെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നു. രാജ്യസഭയിൽ ഇതുപോലെ ആര് ചെയ്യുന്നു? രാഷ്ട്രപതി 12 അംഗങ്ങളെ ഇതേ മേഖലയിൽ നിന്ന് തന്നെയാണ്. ദി പേഴ്സൺ ഹൂ ഷോഡ് എക്സലൻസി ഇൻ ദി ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ, സയൻസ്, ആർട്ട് ആൻഡ് സോഷ്യൽ വർക്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ സർവീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 1/6 അംഗങ്ങൾ, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, മറന്നു പോകരുത്. അതുപോലെ സംസ്ഥാന നിയമസഭയിലേക്ക് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴതില്ല എന്ന് ഓർക്കണം. അതില്ലാതായത് 2020 104 ഭേദഗതിയിലൂടെയാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചോളുക. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം അതിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതാ നോട്ട് വരുന്നുണ്ട്. 1 ആംഗ്ലോ ഇന്ത്യൻ മെമ്പർ ഓഫ് Anglo-Indian member nominated by governor to state legislative assembly was abolished through 1/4 Constitutional Amendment Act. ഇവിടെ കൊടുത്തിരിക്കുന്നത് 2019 സാരമില്ല, ബില്ല് വന്നതാണ് മാസം. അത് ശരിക്ക് പാസ്സായി നിലവിൽ വന്നത് 2020 ആയതുകൊണ്ടാണ് നമ്മൾ 2020 എന്ന് പറയുന്നത്. കുഴപ്പമില്ല, ഇത് എങ്ങനെ പറഞ്ഞാലും അത് മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷേ ഇത് തെറ്റരുത്. 104 ഭേദഗതി 104 ഭേദഗതിയിലൂടെ സംസ്ഥാന നിയമസഭയിലേക്ക് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നോക്കുന്ന നേരത്തെ പറഞ്ഞ അതെല്ലാം അദ്ദേഹത്തിൻ്റെ എന്ത് അധികാരമാണ്? പാർലമെൻറ്റിലെ അധികാരമാണ്. 1/6 പേരെയൊക്കെ പാർലമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളെ നിയമനിർമ്മാണ അധികാരത്തിൽപ്പെട്ടതാണ്. ഇനി നോക്കുക, അത് 1-2 കാര്യങ്ങൾ പറയണം. വെൻ ബിൽ വാസ് പാസ്ഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പ്രസന്റ് ടു ദി ഗവർണർ ഓഫ് ഹിസ് അസെന്റ് ഹി ക്യാൻ ഐദർ ഗ്രാൻഡ് ഹിസ് അസെന്റ്. ഇനി നോക്കൂ, ഇതൊക്കെ നിയമനിർമ്മാണ അധികാരമാണ്. നിയമസഭ ഒരു ബില്ല് പാസ്സാക്കിയിട്ട് ഗവർണറുടെ മുമ്പിൽ കൊടുത്താൽ, രാഷ്ട്രപതി പഠിച്ചത് ഓർത്താൽ മതി, അതുപോലെ തന്നെ ആ ബില്ല് ഒന്നുകിൽ ഗ്രാൻഡ് അസെൻറ്റ് എന്ന് വെച്ചാൽ ഹി മേ ഗീവ് ഹിസ് അസെൻറ്റ്, അംഗീകാരം കൊടുക്കാം, ഓർ വിത്ത് ഹോൾഡ് ഹിസ് അസെൻറ്റ്, തടഞ്ഞു വയ്ക്കാം, അംഗീകാരം കൊടുക്കാതിരിക്കാം, ഓർ റിട്ടേൺ ദി ബിൽ ഫോർ റീകൺസിഡറേഷൻ, പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം. ബ്രാക്കറ്റ് ശ്രദ്ധിക്കുക, എക്സെപ്റ്റ് മണി ബിൽ. That means a money bill cannot be returned for reconsideration by the governor. ഇത് രാഷ്ട്രപതിയുടെ കാര്യത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഒരിക്കലും മണി ബില്ല് പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാൻ പറ്റില്ല. മണി ബില്ല് ഒഴികെ ബാക്കി എല്ലാ ബില്ലുകളും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ബാക്കിയല്ല എന്ന് പറയാൻ പറ്റില്ല. മണി ബില്ല് ഒരിക്കലും അങ്ങനെ തിരിച്ചയക്കാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് രാഷ്ട്രപതിയുടെ കാര്യം പഠിപ്പിച്ചപ്പോൾ ഇവിടെ അത് ബാധകമല്ല. രാഷ്ട്രപതി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലും രാഷ്ട്രപതി അംഗീകരിച്ചേ മതിയാകൂ. അത് തിരിച്ചയക്കാനോ തടഞ്ഞു വയ്ക്കാനോ ഒന്നും പറ്റില്ല, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇത് തിരിച്ചയക്കാൻ പറ്റില്ല, അംഗീകരിച്ചില്ലെങ്കിലും തിരിച്ചയക്കാൻ പറ്റില്ല മണി ബില്ലിൻ്റെ കാര്യത്തിൽ. അപ്പം ഒരു സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ ഗവർണറുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഗവർണർക്ക് അത് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം, പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം, മണി ബില്ല് ഒഴികെ. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാം, ഇത്രയും അല്ല, ഒരു കാര്യം കൂടെ ഗവർണർക്ക് ചെയ്യാം, റിസർവ് ഇറ്റ് ഫോർ ദി പ്രസിഡൻസ് കൺസിഡറേഷൻ. ഈ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 200 വകുപ്പിൽ അത് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ആ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണമെങ്കിലും വിടാം. ഗവർണർ അതിൽ ഒരു തീരുമാനവും എടുക്കുന്നില്ല. ആ ബില്ല് നേരെ രാഷ്ട്രപതിക്ക് വിട്ടു. റിസർവ് ഇറ്റ് ഫോർ ദി പ്രസിഡൻസ് കൺസിഡറേഷൻ. നിങ്ങൾ കഴിഞ്ഞ കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് നമുക്കറിയാം, ലോകായുക്ത ഭേദഗതി ബില്ല്, കേരള ലോകായുക്ത ഭേദഗതി ബില്ല് സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ട് ഗവർണറുടെ അംഗീകാരത്തിന് കൊടുത്തപ്പോൾ ഗവർണർ ഒപ്പുവെച്ചില്ല. ഗവർണർ അതിനെ നേരെ എടുത്ത് പ്രസിഡൻറ്റിന് അയച്ചു കൊടുത്തു. പ്രസിഡൻറ്റ് പിന്നെ അംഗീകരിച്ചു. ദ്രൗപദി മുർമു
2023 ആ ബില്ല് ഗവർണർക്ക് കൊടുത്തത്, ആരിഫ് മുഹമ്മദ് ഖാൻ അതിനെടുത്ത് നേരെ പ്രസിഡന്റിന് അയച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഞാനിത് ഒപ്പിടൂല എന്ന് പറഞ്ഞു. പക്ഷേ 2024 ആയപ്പം നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു നമ്മുടെ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ കേരള ലോകായുക്ത ആക്ട് പാസ്സായതായി അംഗീകരിച്ചുകൊണ്ട് അതിൽ ഒപ്പുവെച്ചു. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊരു കാര്യം ചെയ്യാം. നമ്മൾ സാധാരണ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ മുമ്പിൽ വന്നാൽ അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ ഇത് 3 പഠിച്ചിട്ടുള്ളൂ ഇല്ലേ? ഹി മേ ഗീവ് ഹിസ് അസെൻറ്റ്, വിത്ത്ഹോൾഡ് ഹിസ് അസെൻറ്റ്, റിട്ടേൺ ദി ബിൽ ഫോർ റീകൺസിഡറേഷൻ, എക്സെപ്റ്റ് മണി ബിൽ. അത് അവിടെയും ബാധകമാണ്. ഇത്രയാണ് രാഷ്ട്രപതിയുടെ കാര്യത്തിൽ പഠിച്ചത്. ഇവിടെ ഒന്നുകൂടി നമ്മൾ പറയാണ്, ഗവർണർക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം, എന്നിട്ട് റിസർവ് ഇറ്റ് ഫോർ ദി പ്രസിഡൻസ് കൺസിഡറേഷൻ. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് എനിക്ക് ഇതിൽ ഒന്നും ചെയ്യാനില്ല, ഞാൻ ആ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടണം, അദ്ദേഹം എന്ത് വേണോ ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർക്ക് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാം. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇങ്ങനെ 4 കാര്യങ്ങൾ ചെയ്യാം. ഈ 4 കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്ത് അധികാരമാണ്? ഇത് ലെജിസ്ലേറ്റീവ് പവറാണ്. നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട അധികാരങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് പഠിച്ചു വെച്ചുകൊള്ളുക, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നോക്കൂ, ഗവർണറുടെ ലെജിസ്ലേറ്റീവ് പവറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവറാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കൂ, ആർട്ടിക്കിൾ 213, ദി മോസ്റ്റ് പ്രോമിനൻ്റ് ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ഗവർണർ. അതായത് ലെജിസ്ലേറ്റീവ് പവർ നമ്മൾ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഉപരിസഭയായ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 6 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ബില്ലുകളൊക്കെ അംഗീകാരം കൊടുക്കുന്നതും തിരിച്ചയക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെജിസ്ലേറ്റീവ് പവർ ഇതാ വരുന്നു. അതാണ് പ്രോമുൾഗേഷൻ ഓഫ് ഓർഡിനൻസ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം. എപ്പോഴാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, രാഷ്ട്രപതി പറഞ്ഞപ്പോൾ അല്ലേ? അതായത് പാർലമെൻറ്റ് സമ്മേളിക്കാത്ത ഘട്ടത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കാം? സംസ്ഥാന നിയമസഭ സമ്മേളിക്കാത്ത ഘട്ടത്തിൽ ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. Under Article 213 of the Indian Constitution, the governor is empowered to promulgate ordinance when the state legislative assembly is not in session. കണ്ട, അസംബ്ലി സമ്മേളിക്കാത്ത ഘട്ടത്തിൽ, സമ്മേളന കാലയളവിൽ അല്ലാതെ ഒരു നിയമനിർമ്മാണം ആവശ്യം വന്നാൽ ഗവർണറാണ് ഒരു ഓർഡിനൻസിലൂടെ ആ നിയമം കൊണ്ടുവരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ലെജിസ്ലേറ്റീവ് പവറല്ലേ? തീർച്ചയായിട്ടും. നോക്കൂ, സെഷൻസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആർ സമൺ ബൈ ദി ഗവർണർ. വെരി വെരി ഇമ്പോർട്ടൻ്റ്. അണ്ടർ ആർട്ടിക്കിൾ 174 ഇന്ത്യൻ ഭരണഘടനയിലെ 174 വകുപ്പ് പ്രകാരം സംസ്ഥാന അസംബ്ലി വിളിച്ചു കൂട്ടുന്നത് ഗവർണറാണ്. പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് ആര്? രാഷ്ട്രപതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയുടെ സമ്മേളനങ്ങൾ, നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? ഗവർണറാണ്, 174 അനുച്ഛേദ പ്രകാരം. ഇനി ഒരു സ്പെഷ്യൽ പവർ ഇദ്ദേഹത്തിൻ്റെ, അതും കൂടി ഒന്ന് ഓർത്തോളൂ. അറ്റ് ദി കമൻസ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് സെഷൻ ആഫ്റ്റർ ഈച്ച് ജനറൽ ഇലക്ഷൻ ടു ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഒരു സംസ്ഥാന നിയമസഭയിലേക്ക് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്ന് ആദ്യം കൂടുന്ന സമ്മേളനത്തിലും തീർന്നില്ല, അറ്റ് ദി കമൻസ്മെൻറ്റ് ഓഫ്, ശ്രദ്ധിക്കണേ, അറ്റ് ദി കമൻസ്മെൻറ്റ് ഓഫ് ദി ഫസ്റ്റ് സെഷൻ ഓഫ് ഈച്ച് ഇയർ, ഓരോ വർഷവും കൂടുന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിലും അഡ്രസ് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യുന്നത് ഗവർണറാണ്. ഗവർണർ അഡ്രസ്സസ് ദി സെഷൻസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അറ്റ് ദി കമൻസ്മെൻറ്റ് ഓഫ് ദി ഫസ്റ്റ് സെഷൻ after the general election and at the commencement of first session of each year. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം കൂടുന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തെയും വർഷത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്നത് ആര്? ഗവർണർ. അണ്ടർ ആർട്ടിക്കിൾ 176 ആ സ്പെഷ്യൽ പവർ ഓർത്തോളുക. അതായത് ഗവർണറാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ആദ്യമായിട്ടൊരു
നിയമസഭ കൂടുന്ന ആ സമ്മേളനത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത്, നയപ്രഖ്യാപനം എന്നൊക്കെ നമ്മൾ അതിൻ്റെ പേര് വിളിക്കും അല്ലേ, ഗവർണറുടെ നയപ്രഖ്യാപനം. അതുപോലെ തന്നെ ഒരു വർഷത്തെ ആദ്യ സമ്മേളനം കൂടുമ്പോഴും അതിനെയും അഭിസംബോധന ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ഗവർണർ. ഇത് രാഷ്ട്രപതി പഠിച്ച് അതേപോലെ ഓർമ്മിച്ചാൽ മതി. അവിടെ നമ്മൾ പറഞ്ഞത് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നു കൂടുന്ന ആദ്യ സമ്മേളനത്തെയും വർഷത്തിലെ ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിനെയും അഭിസംബോധനയും ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അത് അതേപടി ഇവിടെ പറഞ്ഞാൽ മതി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൂടുന്ന ആദ്യ സംസ്ഥാന നിയമസഭയെയും അതുപോലെ തന്നെ വർഷത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്നത് ഗവർണറാണ് അണ്ടർ ആർട്ടിക്കിൾ 176. ക്ലിയർ അല്ലേ? ഇത്രയും അദ്ദേഹത്തിൻ്റെ ലെജിസ്ലേറ്റീവ് പവർ പറയണം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എക്സിക്യൂട്ടീവ് പവർ, അവിടെ കുറേ നിയമനങ്ങളാണ്, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്. പിന്നെ പറഞ്ഞത് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട അധികാരങ്ങളാണ് കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞത്. ഇനി ഫിനാൻഷ്യൽ പവർ, സാമ്പത്തിക അധികാരങ്ങൾ. ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. മണി ബിൽ, സാമ്പത്തികമായിട്ടുള്ളൊരു ബില്ലല്ലേ ഇത്. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൺലി വിത്ത് ദി റെക്കമെൻഡേഷൻ ഓഫ് ഗവർണർ അണ്ടർ ആർട്ടിക്കിൾ 207. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് ഓർക്കുന്നുണ്ടോ? മണി ബില്ല് ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നതെന്നും ലോകസഭയിൽ മണി ബിൽ അവതരിപ്പിക്കാൻ രാഷ്ട്രപതിയുടെ റെക്കമെൻഡേഷൻ നിർബന്ധമാണെന്നും നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? അത് അതേപടി ഇവിടെ പറ. സംസ്ഥാന നിയമസഭയിൽ മണി ബിൽ അവതരിപ്പിക്കണമെങ്കിൽ ആരുടെ അംഗീകാരം വേണം? അത് ഗവർണറുടെ ശുപാർശയോടുകൂടി മാത്രമേ മണി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. സ്റ്റേറ്റ്മെൻ്റായിട്ടും ചോദിക്കാം, OMR ആയിട്ടും ചോദിക്കാം. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൺലി വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് എന്നൊക്കെ ചോദിക്കാം. നിങ്ങൾ പറയണം അത് ഗവർണറുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് മണി ബില്ല് അവതരിപ്പിക്കുന്നത്. ഇത് അറിയാതെ തെറ്റിപ്പോകരുത്. മണി ബില്ലാണെന്നൊരു ബില്ലിനെ നിശ്ചയിക്കുന്നത് ഗവർണറല്ല, അത് സ്പീക്കറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതായത് ഒരു മണി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് അവതരണ അനുമതി ആര് നൽകണം? ഗവർണർ നൽകണം. ക്ലിയർ അല്ലേ? അടുത്തത്, ഹി എൻഷോഴ്സ് ദാറ്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ് ബഡ്ജറ്റ് ഈസ് പ്ലേസ്ഡ് ബിഫോർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബജറ്റ് തന്നെയാണ്. ബജറ്റ് സംസ്ഥാന നിയമസഭയിലുള്ള ബജറ്റിൻ്റെ അവതരണം ഉറപ്പുവരുത്തേണ്ടത് ഗവർണറാണ്. ഹി എൻഷോഴ്സ് ദാറ്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ബജറ്റ് ഈസ് പ്ലേസ്ഡ് ബിഫോർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. വർഷാവർഷം സംസ്ഥാന നിയമസഭ ബജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കണം. കുറേ എസ്റ്റിമേറ്റ്, എത്ര രൂപ നമുക്ക് ഈ വർഷം കളക്ട് ചെയ്യാൻ പറ്റുന്നു, വരുമാനമായി വരുന്നു, അതിൽ എത്ര രൂപയുടെ ഏതൊക്കെ മേഖലകളിൽ ചിലവിനായി പിന്നെ നമ്മൾ വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു, അപ്പം നീക്കിയിരിപ്പ് എത്ര അല്ലെങ്കിൽ കമ്മി എത്ര, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ് ബജറ്റ് എന്ന് പറയും. ബജറ്റിൻ്റെ അവതരണം ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? തീർച്ചയായിട്ടും ആരാണ്? ഗവർണറാണ്. അതിലെ നയപ്രഖ്യാപനമൊക്കെ നടത്തുന്നത് ഗവർണറല്ലേ. അപ്പോൾ വർഷാവർഷം ശരിക്കും പറഞ്ഞാൽ നിയമസഭയിലെ ബജറ്റിൻ്റെ അവതരണം ഉറപ്പുവരുത്തേണ്ടത് ഗവർണറാണ്. അതും അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ പവറിൻ്റെ ഭാഗമാണ്. നോ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ക്യാൻ ബി മെയ്ഡ് അൺലെസ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ബൈ ദി ഗവർണർ. ഗവർണറുടെ അനുമതി ഇല്ലാതെ ഒന്നിനും പണം അനുവദിക്കാൻ പറ്റില്ല. നിയമസഭയിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പണം വകമാറ്റണമെങ്കിൽ അത് ഗവർണറുടെ അനുമതിയോടുകൂടി മാത്രമേ ഗ്രാൻറ്റുകൾ പ്രഖ്യാപിക്കാൻ പാടുള്ളൂ. അപ്പം നോ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ക്യാൻ ബി മെയ്ഡ്. ഒരു ഗ്രാൻറ്റും പ്രഖ്യാപിക്കാൻ പാടില്ല. അത് ആരുടെ അനുമതി വേണം? ഗവർണറുടെ അനുമതിയോടുകൂടി മാത്രമേ ഗ്രാൻറ്റുകൾ പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ എന്തധികാരമാണ്? ഫിനാൻഷ്യൽ പവർ അല്ലേ. ഇനി നോക്കൂ, ഗവർണർ ക്യാൻ ഓതറൈസ് അഡ്വാൻസസ് ഔട്ട് ഓഫ് contingency fund of the state to meet unforeseen or unexpected expenses. നമ്മൾ രാഷ്ട്രപതി പഠിപ്പിച്ചപ്പോൾ ആർട്ടിക്കിൾ 267 പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്താണ് കണ്ടിജൻസി ഫണ്ട്? കരുതൽ നിധി.
പാർലമെൻറ്റിൻ്റെ അനുമതി കൂടാതെ അടിയന്തര ഘട്ടങ്ങളിൽ രാഷ്ട്രപതിക്ക് പണം ചിലവഴിക്കാൻ കഴിയുന്ന ഫണ്ടാണ് ഇന്ത്യയുടെ കണ്ടിജൻസി ഫണ്ട്, കരുതൽ നിധി എന്ന് പറഞ്ഞു. അതുപോലെ സംസ്ഥാനങ്ങളിലും കരുതൽ നിധി ഉണ്ടായിരിക്കും. അതാരുടെ അണ്ടറിലാണ്? ഗവർണറുടെ അണ്ടറിലാണ്. അപ്പോൾ നോക്കൂ, സംസ്ഥാന നിയമസഭയുടെയോ മറ്റാരുടെയോ അനുമതിയില്ലാതെ തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ പവറല്ലേ? ആണ്, ഫിനാൻഷ്യൽ പവറാണ്. കഴിഞ്ഞോ? ഇല്ല. ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ പവർ ഇതാ വരുന്നു. ഹി കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫിനാൻഷ്യൽ കമ്മീഷൻ ആഫ്റ്റർ എവറി 5 years to review the financial position of panchayats and municipalities. ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡീസിലെ സാമ്പത്തികാവസ്ഥ അവലോകനം ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ 5 വർഷം കൂടുമ്പോഴും ഗവർണർ സംസ്ഥാന ഫിനാൻസ് കമ്മീഷനെ, ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ പവർ അല്ലേ? അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന ഗവർണർ. എന്തിനു വേണ്ടിയിട്ട്? ടു സ്റ്റഡി ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡീസ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എന്താണ് സാമ്പത്തികാവസ്ഥ അവലോകനം ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ 5 വർഷം കൂടും തോറും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണറാണ്. അതും അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ പവറല്ലേ? ആണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് പവറായി, ലെജിസ്ലേറ്റീവ് പവറായി, ഫിനാൻഷ്യൽ പവറായി, അടുത്തത് ജുഡീഷ്യൽ പവർ. ശ്രദ്ധിക്കുക, കോടതികൾ ചെയ്യുന്ന കാര്യം ജുഡീഷ്യൽ പവർ എന്തായിരിക്കാം? ഡിസ്ട്രിക്ട് ജഡ്ജസ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവർണർ. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് ആർ അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡന്റ്. ചീഫ് ജസ്റ്റിസസ് ആൻഡ് ജഡ്ജസ് ഓഫ് ഹൈ കോർട്ട്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാരെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. എന്നാൽ ജില്ലാ ജഡ്ജിയെ നിയമിക്കുന്നത് ആര്? ഗവർണറാണ്, ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. ഇപ്പം കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു ജില്ലാ ജഡ്ജിയെ ഗവർണർ നിയമിക്കുമ്പോൾ കേരള ഹൈക്കോടതിയുമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം എന്നൊരു നിയമവും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഡിസ്ട്രിക്ട് ജഡ്ജസ് ആർ അപ്പോയിൻറ്റഡ് ബൈ ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ഇൻ കൺസൾട്ടേഷൻ ദി ഹൈക്കോർട്ട് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. ഏത് സംസ്ഥാനത്താണോ ഒരു ജില്ലാ ജഡ്ജിയെ ഗവർണർ നിയമിക്കുന്നത് ആ സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയുമായിട്ട് കൂടിയാലോചിച്ചിട്ട് മാത്രമേ ജില്ലാ ജഡ്ജിയുടെ നിയമനം നടത്താവൂ. നിയമനം നടത്താനുള്ള അധികാരം ഗവർണർക്ക് തന്നെയാണ്. ജുഡീഷ്യൽ പവറിലെ അത് ജുഡീഷ്യയിൽ ഒരു പദവി നിയമിക്കുന്നില്ലേ. ഇനി ഏറ്റവും വലിയ മറ്റൊരു ജുഡീഷ്യൽ പവർ കിടപ്പുണ്ട്. ആർട്ടിക്കിൾ 161 പാർഡനിങ് പവർ ഓഫ് ദി ഗവർണർ. പൊതുമാപ്പ് നൽകാനുള്ള ഗവർണറുടെ അധികാരം. 72-ാം വകുപ്പ് ഓർമ്മയുണ്ടോ? പാർഡനിങ് പവർ ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ രാഷ്ട്രപതിക്ക് പൊതുമാപ്പ് നൽകാനുള്ള അധികാരം നൽകുന്നത് 72-ാം വകുപ്പെങ്കിൽ 161-ാം വകുപ്പിൽ ഗവർണർക്ക് പൊതുമാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്. ദി ഗവർണർ നോക്കൂ, ആർട്ടിക്കിൾ 161 അലൗസ് ഗവർണർ ടു ഗ്രാൻഡ് പാർഡൺ, മാപ്പ് നൽകാൻ, പൊതുമാപ്പ് നൽകാൻ. നോക്കൂ, റിപ്രൈവ്സ്, റെസ്പൈറ്റ്സ്, റെമിഷൻ ഓഫ് പണിഷ്മെൻറ്റ്. നോക്കൂ, ടു സസ്പെൻഡ്, റെമിറ്റ് ഓർ കമ്മ്യൂട്ട് ദി സെൻറ്റൻസ് ഓഫ് എനി പേഴ്സൺ കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ് എഗൻസ്റ്റ് സ്റ്റേറ്റ് ലോ. സംസ്ഥാനത്ത് നിയമം ഏതെങ്കിലും വ്യക്തിക്ക് എന്തെങ്കിലും ശിക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ മാപ്പ് നൽകാനുള്ള അധികാരം. നോക്കൂ, ശരിക്ക് റിപ്രൈവ്സ് ഇളവ് ചെയ്യാനോ അതുപോലെ തന്നെ നിർത്തലാക്കാനോ, റെസ്പൈറ്റൈസ് നോക്കൂ, നിർത്തലാക്കാനോ അതിൽ നിന്ന് മോചനം കൊടുക്കാനോ അത് ഒഴിവാക്കി കൊടുക്കാനോ ഒക്കെയുള്ള അധികാരം, ആ പണിഷ്മെൻറ്റ്, ചെറിയ പണിഷ്മെൻറ്റുകളൊക്കെ ഇല്ലാതാക്കി കൊടുക്കാനും ഒക്കെയുള്ള അധികാരം ഗവർണർക്കുണ്ട്.
അതുപോലെ തന്നെ ചെറിയ ചെറിയ പിന്നെ ശിക്ഷണ നടപടികളൊക്കെ ഒന്ന് സസ്പെൻഡ് ചെയ്യാനൊക്കെ അധികാരമുണ്ട്. ഓർക്കുക, രാഷ്ട്രപതിക്ക് ഉള്ള അധികാരം പോലെ വധശിക്ഷ ഇളവ് ചെയ്യാൻ ഗവർണർക്ക് അധികാരം, വധശിക്ഷ ഇല്ലാതാക്കി കൊടുക്കാൻ ഗവർണർക്ക് അധികാരമില്ല. അതുപോലെ തന്നെ നമ്മുടെ മിലിറ്ററി കോടതികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധിയിൽ ഇടപെടാനും ഗവർണർക്ക് അധികാരമില്ല. അതും കൂടെ ഓർമ്മിക്കണം. രാഷ്ട്രപതിക്ക് പക്ഷേ വധശിക്ഷ ഇളവ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കേ ഉള്ളൂ, ഗവർണർക്കില്ല. എന്നാൽ സംസ്ഥാന നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട ചില വ്യക്തികളുടെ ശിക്ഷയിൽ കുറവ് വരുത്താനോ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് തടഞ്ഞു വയ്ക്കാനോ ഒന്ന് മാറ്റി വയ്ക്കാനോ അത് ചെറുതായിട്ട് അത് പിന്നെ റെമിറ്റ് ചെയ്യാനോ ഒക്കെയുള്ള അധികാരം ഗവർണർക്കുണ്ട്. അത് 161 പറയുന്നത് ഗവർണറുടെ എന്താണ് പൊതുമാപ്പ് നൽകാനുള്ള അധികാരമാണ്. നോക്കൂ, അത് ജുഡീഷ്യൽ പവർ അല്ലേ. ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോളോയിങ് കൺസൾട്ടേഷൻ വിത്ത് ദി ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്. പഠിക്കണം, ഒരു ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നു അല്ലെങ്കിൽ ജഡ്ജിമാരെ നിയമിക്കുന്നു. ആരുമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം? ഗവർണറുമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസിനെ നിയമിക്കും. നമ്മൾ ജുഡീഷ്യറി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒരു ഹൈക്കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസിനെ നിയമിച്ചാൽ ആരൊക്കെ ആയിട്ടാണ് കൺസൾട്ട് ചെയ്യേണ്ടത്? നോക്കൂ, രാഷ്ട്രപതി ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൺസൾട്ട് ചെയ്യണം. ഏത് ഹൈക്കോടതിയിലാണോ ഇദ്ദേഹത്തെ നിയമിക്കുന്നത് ആ സംസ്ഥാനത്തെ ഗവർണറുമായിട്ടും കൺസൾട്ട് ചെയ്യണം. ഇനി ഒരു ജഡ്ജിയെ നിയമിച്ചാലും തീർച്ചയായിട്ടും ഗവർണറുമായിട്ട്, ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയോ ജഡ്ജിമാരെയോ നിയമിച്ചാൽ ഗവർണറുമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം. അത് അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ പവർ അല്ലേ. ഇതൊക്കെ പോയിന്റുകളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് നിങ്ങൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോളോയിങ് കൺസൾട്ടേഷൻ വിത്ത് ഗവർണർ ഓഫ് സ്റ്റേറ്റ്. ശരി, അതങ്ങനെ തന്നെ ആയിരിക്കണം. ഗവർണറുമായിട്ട് കൺസൾട്ട് ചെയ്ത് മാത്രമേ ഈ വാസ്തവത്തിൽ ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയോ ജഡ്ജിമാരെയോ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് തന്നെയാണ്. പ്രസിഡന്റ് നിയമിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സംസ്ഥാനത്തിൻ്റെ ഗവർണറുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? അതും അദ്ദേഹത്തിൻ്റെ എന്തധികാരമാണ്? അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ പവറിൽപ്പെട്ടതാണ്. ഇതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഗവർണർ ഗീവ്സ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു ഡാഷ്. ആർക്കാണ് ഗവർണർ രാജിക്കത്ത് നൽകേണ്ടത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നിയമന അതോറിറ്റി അല്ലേ പ്രസിഡന്റ്. ദി ഒഫീഷ്യൽ റെസിഡന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ, റെസിഡൻസ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ, സംസ്ഥാന ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് ലോക് ഭവൻ എന്നാണ്. എന്നാൽ ഫോർമലി നോൺ ആസ്, മുമ്പ് അറിയപ്പെട്ടിരുന്നത് രാജ്ഭവൻ എന്നാണ്. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി കവടിയാറാണ്. കവടിയാറിൽ, തിരുവനന്തപുരം കവടിയാറിൽ ലോക് ഭവൻ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. മുമ്പ് നമ്മൾ രാജ്ഭവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ഇപ്പോൾ അത് ലോക് ഭവനാണ്. പേര് മാറി കേട്ടോ. കാരണം രാജ്ഭവൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു രാജകീയ പ്രൗഢിയൊക്കെ വരുന്നുണ്ട് അല്ലേ. രാജഭരണമൊക്കെ അവസാനിച്ചില്ലേ, അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് കളഞ്ഞിട്ട് ഇപ്പം ജനങ്ങളുടെ സഭ എന്നൊക്കെയല്ലേ നമ്മൾ ലോകസഭ എന്നൊക്കെ പറയുന്നത്, അതുപോലെ ജനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ശരിക്ക് ലോക് ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. രാജ്ഭവൻ പോയിട്ട് ഇപ്പം ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ഗവർണർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ലോക് ഭവൻ. ഓർമ്മിച്ചോളുക. ഈ നമ്മുടെ കേരള ഗവർണറുടെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം കവടിയാറാണ്. മന്ത്ലി സാലറി ഓഫ് ഗവർണർ 3,50,000, 3,50,000 രൂപയാണ് മന്ത്ലി സാലറി ഓഫ് ഗവർണർ. ഗവർണറുടെ പ്രതിമാസ ശമ്പളം നമ്മൾ മുമ്പൊരു ലിസ്റ്റ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. പ്രസിഡൻറ്റിൻ്റെ സാലറി ഞാൻ ഒന്ന് പറയാം, ശ്രദ്ധിക്കുക. പ്രസിഡൻറ്റ് മന്ത്ലി സാലറിയാണ്. പ്രസിഡൻറ്റ് 5 lakh, വൈസ് പ്രസിഡൻറ്റ് 4 lakhs, ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് 3,50,000, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോർട്ട് 2,80,000, ജഡ്ജി ഓഫ് അല്ലെങ്കിൽ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് 2,50,000, ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് 2,50,000 തന്നെ, ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് 2,25,000. ഒന്ന് ഓർത്ത് വെച്ചോളുക. അപ്പം ഗവർണറുടെ പ്രതിമാസ ശമ്പളം 3,50,000 രൂപ. നോക്കൂ, ഫസ്റ്റ് വുമൺ ഗവർണർ. അടുത്ത ചോദ്യങ്ങളിലേക്ക് വരണം. നമ്മൾ ആ ഗവർണർ പവറൊക്കെ പറഞ്ഞു കഴിഞ്ഞു, തീർത്തു കേട്ടോ. 4-5 പ്രധാന പവർ പറഞ്ഞല്ലോ. ജുഡീഷ്യൽ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് നോക്കൂ, നമ്മൾ എക്സിക്യൂട്ടീവ് പവർ, ലെജിസ്ലേറ്റീവ് പവർ, പിന്നെ എന്താ പറഞ്ഞത്,
ജുഡീഷ്യൽ പവർ, ഫിനാൻഷ്യൽ പവർ, അങ്ങനെ 4 ഗവർണറുടെ പവർ നമ്മൾ പഠിച്ചു. അതിലെ പോയിന്റുകൾ പറക്കാതിരിക്കുക. ഇനി കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ. ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാന ഗവർണറായ ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് സരോജിനി നായിഡു ആണ്. UP-യിലാണ്, ഉത്തർപ്രദേശിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം 1947 മുതൽ 49 വരെ സരോജിനി നായിഡു ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ. ആദ്യമായിട്ടൊരു വനിതാ ഗവർണറായി, ഒരു സംസ്ഥാന ഗവർണറായി വരികയാണ്. അതാരാണ്? സരോജിനി നായിഡു, മറക്കാതിരിക്കുക. സെക്കൻഡ് വുമൺ ഗവർണർ, രണ്ടാമത്തെ വനിതാ ഗവർണർ, ഒരു സംസ്ഥാനത്തെ, ഇന്ത്യൻ സംസ്ഥാനത്തെ രണ്ടാമത്തെ വനിതാ ഗവർണർ പത്മജ നായിഡു ആണ്. അത് വെസ്റ്റ് ബംഗാൾ ഗവർണറായി ചാർജ് എടുത്തു 1956, 1956. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? ഇന്ത്യയിൽ സംസ്ഥാന ഗവർണറായ ആദ്യ വനിത സരോജിനി നായിഡു, UP-യിലാണ്, 1947. രണ്ടാമത്തെ വനിതാ ഗവർണർ പത്മജ നായിഡു ആണ്, വെസ്റ്റ് ബംഗാളിലാണ്, 1956. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ വരുന്നു? ഫസ്റ്റ് മലയാളി ടു സെർവ് ആസ് ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ആദ്യത്തെ മലയാളിയായ വനിതാ ഗവർണർ, അല്ലെങ്കിൽ വനിതാ, ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ മലയാളി വനിത, ആദ്യത്തെ മലയാളി പറഞ്ഞിട്ട് മലയാളി വനിതയിലേക്ക് പോകാമേ. ഞാൻ പെട്ടെന്ന് വനിതയെ കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. അടുത്ത ചോദ്യത്തിലാണ് വരുന്നത്, എങ്കിൽ അത് പറഞ്ഞിട്ട് പോകാം. ഫാത്തിമ ബീബിയാണ്, ജസ്റ്റിസ് ഫാത്തിമ ബീബി, തമിഴ്നാടാണ്. ഫസ്റ്റ് മലയാളി വുമൺ ടു ബിക്കം ഗവർണർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ജസ്റ്റിസ് ഫാത്തിമ ബീബി, തമിഴ്നാട്. 1997 തമിഴ്നാടിലാണ് ഒരു വനിത ആദ്യമായിട്ട്. വനിതകൾ ആദ്യം ഒന്ന് പഠിച്ചു വെച്ചേ. ആദ്യത്തെ വനിതാ ഗവർണർ ഇന്ത്യയിൽ സരോജിനി നായിഡു, രണ്ടാമത്തെ വനിതാ ഗവർണർ പത്മജ നായിഡു. ഇനി ഈ സംസ്ഥാന ഗവർണറായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബീബി, തമിഴ്നാട്, 1997. ഇനി സംസ്ഥാന ഗവർണറായ ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ വനിതയല്ല, അതാണ് താഴെ കിടക്കുന്നത്. ഫസ്റ്റ് മലയാളി ടു സെർവ് ആസ് ദി ഗവർണർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് VP മേനോൻ, ഒഡീഷ. ഇപ്പോൾ ഒഡീഷ നേരത്തെ ഒറീസയായിരുന്നപ്പോൾ 1951 അവിടുത്തെ ഗവർണറായിക്കൊണ്ട് ആദ്യം ഒരു മലയാളി വരെയാണ്. ആദ്യമായിട്ട് സംസ്ഥാനത്ത്, ഇന്ത്യയിലൊരു സംസ്ഥാന ഗവർണറായ മലയാളി ആരാണ്? VP മേനോൻ. VP മേനോൻ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് മലയാളി മെമ്പർ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാലും VP മേനോനാണ്. ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ മലയാളി അംഗം, ഒന്നാം ധനകാര്യ കമ്മീഷനിൽ തന്നെ 1951 നവംബർ 22 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒന്നാം ധനകാര്യ കമ്മീഷനിൽ KC നിയോഗി ചെയർമാനായിരുന്ന KC നിയോഗിയുടെ അധ്യക്ഷതയിലുള്ള ഒന്നാം ധനകാര്യ കമ്മീഷനിൽ തന്നെയായിരുന്നു ആദ്യമായിട്ടൊരു മലയാളി അംഗമായി വരുന്നത്. അത് VP മേനോനാണ്. ഓർമ്മിച്ചോളുക, ആ പേര് കൂടി ഒന്ന് ഓർത്ത് വെച്ചോളുക. പരീക്ഷയ്ക്ക് VP മേനോനെ കുറിച്ച് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതിയും കൂടെ ഓർത്താൽ നന്നായിരിക്കും. സ്ഥിരം ചോദിക്കുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഓർത്തോണേ, ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സംയോജനം, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. അദ്ദേഹത്തിൻ്റെ ആ കൃതിയും കൂടെ മനസ്സിൽ നിന്നോട്ടെ. അപ്പം ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ പോയിന്റുകളൊക്കെ ഓർക്കുക. ഫസ്റ്റ് മലയാളി ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ് VP മേനോൻ. ഫസ്റ്റ് മലയാളി മെമ്പർ ഓഫ് നാഷണൽ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ VP മേനോൻ ഇൻ ദി ഫസ്റ്റ് കമ്മീഷൻ അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് KC നിയോഗി. ഓർമ്മ വെച്ചോളുക. അതുപോലെ തന്നെ ദി ഇമ്പോർട്ടൻ്റ് ബുക്ക് റിട്ടൺ ബൈ VP മേനോൻ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇത്രയും മനസ്സിലുണ്ടാവുമല്ലോ. ഇനി ഇതും നമുക്ക് 1-2 ചോദ്യങ്ങൾ ഓർക്കണം നിങ്ങൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ആളാണ് ഫാത്തിമ ബീബി. അവരുടെ ചരമദിനം സ്ഥിരമായി ചോദിക്കാറുണ്ട്. 2023 നവംബർ 23 2023 നവംബർ 23 ഇവർ മരണപ്പെടുന്നത്. ഈ അടുത്ത കാലത്താണ്, ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്നുണ്ട്, ചരമദിനം ചോദിക്കുന്നുണ്ട്. ഇനി ഫാത്തിമ ബീബിയെക്കുറിച്ച് അല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് മലയാളി വുമൺ ടു ബിക്കം ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. അടുത്ത നോക്കൂ, ഫസ്റ്റ് മലയാളി മെമ്പർ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു വനിതാ അംഗം ഉണ്ടായിരിക്കണം. അങ്ങനെ ആദ്യത്തെ വനിതാ അംഗമായിരുന്നതും ആരാണ്? ഫാത്തിമ ബീബി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉണ്ടല്ലോ ഫാത്തിമ ബീബിയെക്കുറിച്ച്. ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ്, അല്ലെങ്കിൽ ഫസ്റ്റ് വുമൺ ടു ബിക്കം ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയും ഫാത്തിമ ബീബിയാണ്. തീർന്നില്ല, ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ ഓർക്കുക. ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷയും ഫാത്തിമ ബീവി. നോക്കൂ, ഫാത്തിമ ബീവിയെക്കുറിച്ച് എത്ര ചോദ്യങ്ങളായി, പഠിച്ചു വെച്ചോളുക. എന്താണ്? ആദ്യം ഇവിടെ മുതൽ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് മലയാളി വുമൺ ടു ബിക്കം ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. തമിഴ്നാട്ടിൽ 1997 ആദ്യമായിട്ടൊരു ഗവർണർ മലയാളി വനിത വരികയാണ്. പിന്നെ ഫസ്റ്റ് വുമൺ മെമ്പർ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ വനിതാ അംഗം ഫാത്തിമ ബീവി. പിന്നെ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയും ആരായിരുന്നു? ഫാത്തിമ ബീബി. പിന്നെ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷതയും ഇവർ തന്നെയായിരുന്നു. ഇനി ഇവരുടെ ഒരു ബയോഗ്രഫിയുടെ പേര് കൂടെ നിങ്ങൾ പഠിച്ചോളുക. നീതിപാതയിലെ ധീരവനിത. നീതിപാതയിലെ ധീരവനിത ആരാണ്? അത് ഇവരുടെ മലയാള ഡോക്യുമെൻ്ററിയാണ്. ഞാൻ പറഞ്ഞത് ഒന്ന് തിരിഞ്ഞുപോയി, അത് രണ്ടും പഠിക്കണം. നീതിപാതയിലെ ധീരവനിത ആദ്യം അത് പറയാം. എ ബ്രേവ് വുമൺ ഓൺ ദി പാത്ത് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഫാത്തിമ ബീബിയെക്കുറിച്ചുള്ള ഒരു മലയാള ഡോക്യുമെൻ്ററിയുടെ പേരാണ്. എ ബ്രേവ് വുമൺ ഓൺ ദി പാത്ത് ഓഫ് ജസ്റ്റിസ്, നീതിപാതയിലെ ധീരവനിത. ഫാത്തിമ ബീബിയെക്കുറിച്ചുള്ള മലയാള ഡോക്യുമെൻ്ററിയാണ് എ ബ്രേവ് വുമൺ ഓൺ ദി പാത്ത് ഓഫ് ജസ്റ്റിസ്, നീതിപാതയിലെ ധീരവനിത. അത് സംവിധാനം ചെയ്തത് പ്രിയ രവീന്ദ്രൻ. ഓർമ്മിച്ചോളുക, പ്രിയ രവീന്ദ്രനാണ് ആ മലയാള ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത്. ഇനി ഇവരുടെ ജീവചരിത്രം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് നീതിയുടെ ധീരസഞ്ചാരം. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് ബയോഗ്രഫിയാണ്. ബയോഗ്രഫിയുടെ പേര് ഓട്ടോബയോഗ്രഫി അല്ല കേട്ടോ, ആത്മകഥയല്ല, ജീവചരിത്രമാണ്. ഫാത്തിമാബിയുടെ അവരെഴുതിയല്ല, വേറൊരാൾ എഴുതിയാണ്. അവരുടെ ജീവചരിത്രത്തിൻ്റെ പേര് നീതിയുടെ ധീരസഞ്ചാരം, എ ബ്രേവ് ജേർണി ഓഫ് ജസ്റ്റിസ്. എ ബ്രേവ് ജേർണി ഓഫ് ജസ്റ്റിസ്, നീതിയുടെ ധീരസഞ്ചാരം. അത് എഴുതിയത് ഡോക്ടർ KT അഷറഫ്. KT അഷറഫാണ് ആ കൃതി എഴുതിയത്, ഇവരെ ജീവചരിത്രം. ക്ലിയറായോ? ഇനി രണ്ട് ചോദ്യം കൂടെ പഠിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 2023 അവർക്ക് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചു. 2024 മരണശേഷം പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. 2023 നവംബർ 23 അവർ ചരമമടഞ്ഞു. ഇത്രയും പോയിൻ്റ് നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ മനസ്സ് പറയുന്നു നിങ്ങൾക്കൊരു മാർക്ക് കിട്ടുമെന്ന്. ഒന്ന്, ഞാൻ ഈ ക്ലാസ് കേട്ട് നിങ്ങളൊന്ന് കുറിച്ചെടുത്തോളണം. ഫാത്തിമ ബീവി എന്നൊരു ഹെഡിങ് എഴുതിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോയിൻ്റുകളെല്ലാം ഒരു നോട്ടാക്കി നിങ്ങൾ തയ്യാറാക്കി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്കിനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗവർണറിലേക്ക് തിരിച്ചു വരാം. ഇനി കേരളത്തിലെ ഗവർണർമാരെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഫസ്റ്റ് ആക്ടിംഗ് ഗവർണർ, കേരളത്തിലെ ആദ്യത്തെ ആക്ടിംഗ് ഗവർണർ ആര്? PS റാവു ആണ്. 1956 കാലഘട്ടത്തിൽ കേരള സംസ്ഥാന രൂപീകരണ സമയത്താണ് PS റാവുവിനെ നമ്മൾ എന്ത് ചെയ്തത്? ഗവർണറായി കേരളത്തിൽ നിയമിക്കപ്പെട്ടത്. അപ്പോൾ എന്താണ്? PS റാവു ഫസ്റ്റ് ആക്ടിംഗ് ഗവർണർ. എന്നാൽ ഫസ്റ്റ് ഗവർണർ ആര് കേരളത്തിലെ? അത് B രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ B രാമകൃഷ്ണ റാവു. ഫസ്റ്റ് വുമൺ ടു ബിക്കം ഗവർണർ ഓഫ് കേരള, നമ്മൾ ഫാത്തിമ ബീവി പറയരുത്, അവർ തമിഴ്നാടായിരുന്നു. കേരളത്തിലെ നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് കേരളമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് കേരള എന്ന് ഇനി എടുത്ത് പറയൂല. ഹെഡിങ് ഇതാണ്, കേരളത്തിലെ ഗവർണർ കാര്യമാണ് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലം. ജ്യോതി വെങ്കടാചലം കേരളത്തിലെ ഫസ്റ്റ് വുമൺ ടു ബിക്കം ഗവർണർ ഓഫ് കേരള, ജ്യോതി വെങ്കടാചലം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര വനിതകൾ ഗവർണർമാരായിരുന്നിട്ടുണ്ട്? 3 വനിതകൾ.
പരീക്ഷയ്ക്ക് ചോദിക്കും താഴെ പറയുന്നവരിൽ കേരളത്തിലെ ഗവർണറായിട്ടുള്ള വനിത ആര് എന്ന് പറഞ്ഞാൽ ഒരാൾ പേരേ കാണുകയുള്ളൂ. അല്ലെങ്കിൽ താഴെ പറയുന്നവരിൽ കേരളത്തിൻ്റെ ഗവർണറായി പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ ഗവർണർ പദവി വഹിക്കാത്ത വനിത ആരായിരുന്നു? ഈ 3 പേരെ പേരും കാണും, വേറൊരാളുടെ പേരും കാണും. ആ വേറൊരാളുടെ പേരായിരിക്കും ആൻസർ. അതുകൊണ്ട് 3 പേരെ പേരൊന്നും മനസ്സിലാക്കി വെച്ചോളുക. അപ്പോൾ ആദ്യം ആരുടെ പേര് പറയാം നമുക്ക്? ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലം. അപ്പോൾ അത് തന്നെ ആദ്യം പറയാം. രണ്ടാമത്തെ ആരാന്ന് നോക്കുക, രാം ദുലാരി സിൻഹ. ജ്യോതി വെങ്കടാചലം, രാം ദുലാരി സിൻഹ, ഷീലാ ദീക്ഷിത് ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ഷീലാ ദീക്ഷിത്താണ് പിന്നീട് നമ്മുടെ കേരളത്തിൻ്റെ ഗവർണറായി മാറിയ മറ്റൊരു വനിത. അപ്പം ജ്യോതി വെങ്കടാചലം, രാം ദുലാരി സിൻഹ, ഷീലാ ദീക്ഷിത് 3 വനിതകൾ കേരളത്തിൻ്റെ ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് മലയാളി ഗവർണർ ഓഫ് കേരള, കേരളത്തിലെ ആദ്യത്തെ മലയാളി ഗവർണർ അല്ലെങ്കിൽ കേരള ഗവർണറായ ആദ്യ മലയാളി ആരാണ്? വി വിശ്വനാഥൻ. അദ്ദേഹം തന്നെയാണ് ലോങ്ങസ്റ്റ് സെർവിങ് ഗവർണർ ഓഫ് കേരള സ്റ്റേറ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണറായി പ്രവർത്തിച്ചത് അതും ആര് തന്നെയാണ്? വി വിശ്വനാഥൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും, വി വിശ്വനാഥൻ, ഫസ്റ്റ് മലയാളി ടു ബിക്കം ഗവർണർ ഓഫ് കേരള, ലോങ്ങസ്റ്റ് സെർവിങ് ഗവർണർ ഓഫ് കേരള. ഇനി ഗവർണർ ആസ് ഷോർട്ടസ്റ്റ് ടേം, ഏറ്റവും കുറച്ചു കാലം കേരള ഗവർണറായി പ്രവർത്തിച്ചത് MOH ഫറൂഖ്. വളരെ കുറച്ചു കാലം ഗവർണറായിരിക്കെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയ ആളാണ്. കേരള ഗവർണറായിരിക്കെ മരണപ്പെട്ടു പോയ ആദ്യ വ്യക്തിയല്ല, രണ്ടാമത്തെ വ്യക്തിയാണ്. ആദ്യ വ്യക്തി അതിലേക്ക് വരികയാണ് ഞാൻ. അപ്പോൾ ഗവർണർ ആസ് ഷോർട്ടസ്റ്റ് ടേം, കേരളത്തിലെ ഏറ്റവും കുറച്ചു കാലം, കൂടുതൽ കാലം വി വിശ്വനാഥൻ, ഏറ്റവും കുറച്ചു കാലം ഗവർണറായ വ്യക്തി MOH ഫറൂഖ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഗവർണർ ടു ഡൈ ഇൻ ഓഫീസ്, പദവിയിലിരിക്കെ മരണപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ഗവർണർ സിക്കന്ദർ ഭക്താണ് കേരള ഗവർണറായിരിക്കെ മരണപ്പെട്ട ആദ്യ വ്യക്തി. കേരളത്തിൽ പദവിയിലിരിക്കെ മരണപ്പെട്ട ആദ്യ ഗവർണർ ആരെന്ന് വെച്ചാൽ സിക്കന്ദർ ഭക്ത്. രണ്ടാമത്തെ ഗവർണർ, പദവിയിലിരിക്കെ മരണപ്പെട്ടു പോയ രണ്ടാമത്തെ ഗവർണറാണ് ഏറ്റവും കുറച്ചു കാലം കേരള ഗവർണറായി പ്രവർത്തിച്ചത് നമ്മൾ നേരത്തെ പഠിച്ച MOH ഫറൂഖ്. അപ്പോൾ 2 ഗവർണർമാർ പദവിയിലിരിക്കെ മരണപ്പെട്ടു പോയി. കേരളത്തിൽ ആദ്യത്തെ ഗവർണർ സിക്കന്ദർ ഭക്താണ് കേരളത്തിൽ പദവിയിലിരിക്കെ മരണപ്പെട്ടു പോയ ആദ്യ ഗവർണർ. പദവിയിലിരിക്കെ മരണപ്പെട്ടു പോയ കേരളത്തിൻ്റെ രണ്ടാമത്തെ ഗവർണർ MOH ഫറൂഖ്. പരീക്ഷയ്ക്ക് ചോദിക്കാം ഇതൊക്കെ. നോക്കൂ, കേരള ഗവർണർ ലേറ്റർ ബിക്കെയിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ രാഷ്ട്രപതിയായി മാറിയ കേരളത്തിൻ്റെ ഗവർണർ ആരാണ്? ഇരിപ്പുണ്ട് ആള് വി ഗിരി. കേരള ഗവർണർ ലേറ്റർ ബിക്കം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വി ഗിരിയാണ് കേരളത്തിൽ ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായി മാറിയത്. ഇനി നോക്കൂ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ലേറ്റർ ബിക്കെയിം ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ കേരള സംസ്ഥാനത്ത്, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാന ഗവർണറായി വരെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ചീഫ് ജസ്റ്റിസ്. ആരാണത്? പി സദാശിവം. അത് കേരള ഗവർണർ എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാന ഗവർണറായി മാറിയ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? പി സദാശിവം. അതൊരു ചരിത്രമായിരുന്നു. മറ്റൊരു സംസ്ഥാനങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ലേറ്റർ ബിക്കെയിം ഗവർണർ ഓഫ് കേരള സ്റ്റേറ്റ് പി സദാശിവം. ഓർക്കുക, അതുപോലൊരു ചോദ്യം കൂടെ വരും. ഫസ്റ്റ് ഗവർണർ കാസ്റ്റ് ഹിസ് വോട്ട് ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഗവർണർ ആര്? അതും പി സദാശിവം തന്നെയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്ത ഗവർണർ. സാധാരണ ഗവർണർമാരങ്ങനെ വോട്ട് ചെയ്യാൻ പോകാറില്ല. എന്നാൽ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്ത ഗവർണർ ആരെന്ന് വെച്ചാൽ അതും പി സദാശിവമാണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ആർട്ടിക്കിൾ അറ്റ് എ ഗ്ലാൻസ്. നമ്മൾ ഇതുവരെ പഠിച്ച ആർട്ടിക്കിളെല്ലാം കൂടെ ആദ്യ ക്ലാസ്സിൽ പഠിച്ചത് മുതൽ ഒന്ന് ഓടിച്ചങ്ങ് പറഞ്ഞു പോകാം, ഒന്ന് ഓർമ്മ വരും നിങ്ങൾക്ക്. ആർട്ടിക്കിൾ 153 സ്റ്റേറ്റ് ഗവർണർ. ദർ ഷാൽ ബി എ ഗവർണർ ഓഫ് സ്റ്റേറ്റ്. ഒരു ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 153. 154 എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ്. അതായത് സംസ്ഥാനത്തിൻ്റെ ഓൾ ദി എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്സ് ആർ വെസ്റ്റഡ് വിത്ത് ദി ഗവർണർ എന്ന് പറയുന്നതാണ്. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരം ഗവർണറിൽ നിക്ഷിപ്തമായിരിക്കുന്നു
54. 155 അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണർ, ഗവർണറുടെ നിയമനം. ഗവർണർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 155. രാഷ്ട്രപതി ഗവർണറെ നിയമിക്കുന്നത് 155 വകുപ്പ് പ്രകാരം. നോക്കൂ, 156 ടേം ഓഫ് ഓഫീസ് ഓഫ് ഗവർണർ, ഗവർണറുടെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഗവർണറുടെ കാലാവധി വാസ്തവത്തിൽ ഗവർണറുടെ കാലാവധി എത്ര പറഞ്ഞാൽ രാഷ്ട്രപതി നിശ്ചയിക്കുന്നത് വരെ എന്ന് പറയുന്നതാണ് നല്ലത്, എങ്കിലും നമ്മൾ 5 വർഷം എന്ന് പറയാറുണ്ട്. 157 ആർട്ടിക്കിൾ ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ഗവർണർ, ഒരു സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതകളെക്കുറിച്ച് പറയുന്നതാണ് 157. 158 കണ്ടീഷൻസ് ഓഫ് ദി ഗവർണേഴ്സ് ഓഫീസ്, ഗവർണറുടെ ഓഫീസിൻ്റെ അവസ്ഥ, അതായത് ഗവർണറാകുന്ന ആൾ, ഇത് ക്വാളിഫിക്കേഷൻ്റെ ഒരു അനുബന്ധമായി പറയുന്ന കാര്യമാണ്. ക്വാളിഫിക്കേഷനിൽ പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ, ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, he should complete the age of 35 years. ഇത്രയേ അതിനകത്ത് പറയുന്നുള്ളൂ. അടുത്ത ഓഫീസിൻ്റെ കണ്ടീഷൻ പറയുന്നതാണ് he should not be a member of either house of parliament or either house of state legislature. പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാനങ്ങളുടെയോ ഒരു സഭയിലും അംഗമായിരിക്കരുത് എന്നൊക്കെ പറയുന്നതാണ് 58 പറയുന്നത്. 59 ഓത്ത് ഓഫ് അഫർമേഷൻ ബൈ ദി ഗവർണർ, ഗവർണറുടെ സത്യപ്രതിജ്ഞ, ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്, നമ്മൾ പഠിച്ചതാണ്. അടുത്ത 160 ഡിസ്ചാർജ് ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ഗവർണർ ഇൻ സർട്ടൺ കണ്ടിജൻസീസ്, അതായത് ചില അടിയന്തര ഘട്ടങ്ങളിൽ ഗവർണറുടെ ഡ്യൂട്ടി എങ്ങനെ ഡിസ്ചാർജ് ചെയ്യും അതാരാണ് തീരുമാനിക്കുന്നത്? രാഷ്ട്രപതിയാണ്. ഗവർണറുടെ അഭാവം, ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഗവർണർ പദവി പെട്ടെന്ന് ഒഴിഞ്ഞു കിടക്കുന്നു, അപ്പോൾ അടിയന്തരമായിട്ട് അവിടെ ആ ഗവർണറുടെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. എന്ത് ചെയ്യും രാഷ്ട്രപതി? ഒന്നുകിൽ ആക്ടിംഗ് ഗവർണറെ നിയമിക്കാം, അല്ലെങ്കിൽ എന്തു ചെയ്യാം, മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അയൽ സംസ്ഥാനത്തിൻ്റെ ഗവർണർക്ക് ഈ സംസ്ഥാനത്തിൽ കൂടി അധിക ചുമതല കൊടുക്കാം. ഇപ്പം അങ്ങനെയല്ലേ? നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഗവർണർ ഇപ്പം തമിഴ്നാടിൻ്റെ ഗവർണർ കൂടിയാണ്. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അടിയന്തര ഘട്ടം വരുമ്പോൾ ചില അറേഞ്ച്മെൻറ്റുകളൊക്കെ വരുത്താം. ആർക്ക്? പ്രസിഡൻറ്റിന്. പാർഡനിങ് പവർ ഓഫ് ദി ഗവർണർ പറയും, നമ്മൾ പഠിച്ചാണ് 161 പാർഡനിങ് പവർ. 162 എക്സ്റ്റെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ്, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണപരമായിട്ടുള്ള ഭരണനിർവഹണ അധികാരങ്ങൾ ഏതുവരെ വ്യാപിച്ചിരിക്കുന്നു അതുവരെ ഗവർണർക്കും ഉണ്ട് അധികാരം, അല്ലേ? ആ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെല്ലാം ഗവർണറുടെ പേരിലല്ലേ? അതുകൊണ്ട് അത് ഓർമ്മിച്ച് വെച്ചുകൊള്ളുക. ഒരു സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് പറയുന്നതാണ് 162. 163 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗവർണർ, ഗവർണറെ ഉപദേശിക്കാനായിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഉണ്ടായിരിക്കണം. ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ തലവനായിട്ട് മുഖ്യമന്ത്രി ഉണ്ടായിരിക്കണം. മുഖ്യമന്ത്രി തലവനായുള്ളൊരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഗവർണർക്ക് ഉപദേശങ്ങൾ നൽകാൻ ഉണ്ടായിരിക്കണം. 163. 167 ഡ്യൂട്ടീസ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ആസ് റെസ്പെക്ട് ടു ഫർണിഷിംഗ് ഇൻഫർമേഷൻ ടു ഗവർണർ, അടിയന്തരമായിട്ട് എല്ലാ കാര്യങ്ങളും ഗവർണറെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, എടുത്ത തീരുമാനങ്ങൾ, എടുക്കാൻ പോകുന്ന പ്രപ്പോസലിനെ കുറിച്ച് എല്ലാം വിവരങ്ങൾ നൽകാൻ അപ്പോഴപ്പോൾ വിവരങ്ങൾ ഗവർണർക്ക് നൽകേണ്ടത് ചീഫ് മിനിസ്റ്ററാണെന്ന് 167 പറയും. 175 റൈറ്റ് ഓഫ് ഗവർണർ ടു അഡ്രസ് ആൻഡ് സെൻഡ് മെസ്സേജ് ടു ഹൗസ് ഓർ ഹൗസസ്, അതായത് നിയമസഭയിലെ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ മണ്ഡലങ്ങളിൽ, അത് കൗൺസിലാകാം അസംബ്ലി ആകാം, അവിടെയൊക്കെ അഭിസംബോധന ചെയ്യാനും അതുപോലെ തന്നെ മെസ്സേജുകൾ നൽകാനും ഒക്കെയുള്ള അധികാരം ഗവർണർക്കുണ്ട് 175 പ്രകാരം. 176 സ്പെഷ്യൽ അഡ്രസ് ബൈ ഗവർണർ. ഏതാണ് സ്പെഷ്യൽ അഡ്രസ് എന്ന് പറയുന്നത്? ഓരോ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം കൂടുന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തെയും ഓരോ വർഷത്തെ ആദ്യ സമ്മേളനത്തെയും സ്പെഷ്യലായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത് ആരാണ്? ഗവർണറായിരിക്കണം എന്ന് പറയുന്നത് 176. 200 അസെൻറ്റ് ബിൽ, ബില്ലിന് അംഗീകാരം കൊടുക്കുന്നത്. നമ്മളവിടെയാണ് പറഞ്ഞത് അംഗീകാരം കൊടുക്കാം, അംഗീകാരം കൊടുക്കാതിരിക്കാം, തിരിച്ചയക്കാം, മണി ബില്ല് ഒഴികെ ബാക്കിയെല്ലാം തിരിച്ചയക്കാം, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാം. 200 അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 213 പ്രോമുൾഗേഷൻ ഓഫ് ഓർഡിനൻസ്, 213 അല്ലേ? 123 രാഷ്ട്രപതിയുടെ
ഓർഡിനൻസ് മേക്കിംഗ് പവറെങ്കിൽ 213 ഗവർണറുടെ ഓർഡിനൻസ് മേക്കിംഗ് പവർ, 217 അപ്പോയിൻമെൻറ്റ് ഓഫ് കണ്ടീഷൻസ് ഓഫീസർ ജഡ്ജസ് ഹൈക്കോടതി ജഡ്ജിമാരുടെ യോഗ്യതകളാണ് ശരിക്കും ഇതിനകത്ത് പറയുന്നത് 217. 233 അപ്പോയിൻമെൻറ്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ്, ജില്ലാ ജഡ്ജിമാരെ ഗവർണർ നിയമിക്കുന്നത് 233 വകുപ്പ്. 234 റിക്രൂട്ട്മെൻറ്റ് ഓഫ് പേഴ്സൺ അതർ ദാൻ ഡിസ്ട്രിക്ട് ജഡ്ജ്, ജില്ലാ ജഡ്ജി അല്ലാത്ത ചില നിയമനങ്ങൾ ജുഡീഷ്യൽ സർവീസിലേക്ക് നിയമനങ്ങൾ നടത്താൻ റിക്രൂട്ട്മെൻറ്റ് ഓഫ് പേഴ്സൺ അതർ ദാൻ ഡിസ്ട്രിക്ട് ജഡ്ജ് ടു ജുഡീഷ്യൽ. നോക്കൂ, ജില്ലാ ജഡ്ജിയെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ തന്നെയാണ്. അല്ലാതെ തന്നെ ജില്ലാ ജഡ്ജി അല്ലാതെ ചില ജുഡീഷ്യൽ സർവീസിലേക്ക് ചില നിയമനങ്ങൾ ഗവർണർ നടത്തുമ്പോൾ അത് ആരുമായിട്ട് കൂടിയാലോചിച്ചിരിക്കണം? തീർച്ചയായിട്ടും അവിടെ ഹൈക്കോടതിയുമായിട്ട് കൂടിയാലോചന നടത്തിയിരിക്കണം, നിർബന്ധമായിട്ടും അങ്ങനെ കൂടിയാലോചന നടത്തണം. പിന്നെ PSCയുമായിട്ട്, പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ടും ഹൈക്കോടതിയുമായിട്ടൊക്കെ കൂടിയാലോചന നടത്തിക്കൊണ്ട് ജുഡീഷ്യൽ സർവീസിലേക്കൊക്കെ അപ്പോയിൻമെൻറ്റ് നടത്താം എന്ന് പറയുന്നതാണ് 234. ഇനി നോക്കാം ഡിസ്ക്രിഷണറി പവർ ഓഫ് ദി ഗവർണർ. ഗവർണറുടെ വിവേചന അധികാരങ്ങളെക്കുറിച്ചാണ്. റിസർവേഷൻ ഓഫ് ബില്ല് ഫോർ കൺസിഡറേഷൻ ഓഫ് പ്രസിഡൻറ്റ്, രാഷ്ട്രപതിക്ക് ബില്ല് അയക്കുക, അത് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവറാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരള ലോകായുക്ത അമെൻമെൻറ്റ് ബില്ല് നമ്മുടെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുത്ത് വന്നപ്പം വേണമെങ്കിൽ അദ്ദേഹത്തിനത് അംഗീകരിക്കുകയോ ചെയ്യാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു. അതൊരു വിവേചനാധികാരത്തിൽപ്പെട്ടതാണ്. റിസർവേഷൻ ഓഫ് ദി ബിൽ ഫോർ ദി കൺസിഡറേഷൻ ഓഫ് ദി പ്രസിഡൻറ്റ്. നോക്കൂ, റെക്കമെൻഡേഷൻ ഓഫ് ദി ഇമ്പോസിഷൻ ഓഫ് ദി പ്രസിഡൻസ് റൂൾ ഇൻ ദി സ്റ്റേറ്റ്, സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം വേണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നതും ഇദ്ദേഹത്തിൻ്റെ വിവേചനാധികാരമാണ്. ഒരു സംസ്ഥാനം ഭരണഘടനാപരമായി മുന്നോട്ട് പോകാൻ പരാജയപ്പെട്ടു എന്ന് ഗവർണർക്ക് തോന്നിയാൽ അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം വെച്ച് രാഷ്ട്രപതിയോട് റെക്കമെൻഡ് ചെയ്യാം ഇവിടെ ഒരു പ്രസിഡൻസ് റൂൾ വേണമെന്ന്. അതും അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരമാണ്. അടുത്ത് നോക്കൂ, സീക്കിംഗ് ഇൻഫർമേഷൻ ഫ്രം ചീഫ് മിനിസ്റ്റർ റിഗാർഡിംഗ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് മാറ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. എപ്പോഴും ചീഫ് മിനിസ്റ്ററോട് ഏത് വിവരവും ആരായുക എന്നതും ഇദ്ദേഹത്തിൻ്റെ വിവേചനാധികാരത്തിൽപ്പെട്ടതാണ്. ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളിലും എന്തെങ്കിലും കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയണമെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാം, മുഖ്യമന്ത്രി നൽകിയേ മതിയാകൂ. അത് ഇദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവറാണ്. അപ്പോൾ നോക്കുക, ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാനുള്ളത്, അതുപോലെ തന്നെ പ്രസിഡന്റ് റൂള് വേണമെന്ന് അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം സംസ്ഥാനത്ത് വേണമെന്ന് റെക്കമെൻഡ് ചെയ്യാൻ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോട് ഭരണപരമായിട്ടുള്ളതും നിയമനിർമ്മാണപരവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ആരായാൻ ഒക്കെ ഇദ്ദേഹത്തിൻ്റെ വിവേചനാധികാരത്തിൽപ്പെട്ടതാണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള കാര്യമാണ്. ഇൻ അഡീഷൻ ടു ദി എബോവ് മെൻഷൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷണറി പവർ, കണ്ടോ, ഇത് ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരമെങ്കിൽ ലൈക്ക് പ്രസിഡന്റ് ആൾസോ സിറ്റുവേഷണൽ ഡിസ്ക്രിഷണറി പവർ. ഇനി സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വിവേചനാധികാരങ്ങൾ എടുക്കാനുള്ള ഒരു പവറുണ്ട്. നേരത്തെ പറഞ്ഞത് മൂന്നും ഭരണഘടനാപരമായിട്ടുള്ള വിവേചനാധികാരമാണ്. ഇനി സിറ്റുവേഷൻ ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം നോക്കൂ, അപ്പോയിൻറ്റിങ് ചീഫ് മിനിസ്റ്റർ വെൻ നോ പാർട്ടി സെക്യൂർസ് എ ക്ലിയർ മെജോറിറ്റി ഇൻ ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഒരു പാർട്ടിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല എങ്കിൽ, ഓർ വെൻ ദി ഇൻക്യുബൻറ്റ് ചീഫ് മിനിസ്റ്റർ ഡൈസ് സഡൻലി ആൻഡ് ദർ ഈസ് നോ ക്ലിയർ സക്സസർ. ഈ രണ്ട് സാഹചര്യം ശ്രദ്ധിച്ചുകൊള്ളുക. ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, പക്ഷേ പാർട്ടികൾക്കും മുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. അപ്പോൾ ഗവർണർക്ക് എന്ത് ചെയ്യാം? ഏറ്റവും കൂടുതൽ വോട്ടൊക്കെ നേടിയ പാർട്ടി ഏതെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ അവരെ മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിക്കാം. വിളിച്ചില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ വിളിക്കാം. അത് ഇദ്ദേഹത്തിൻ്റെ വിവേചനാധികാരമാണ്. അതുപോലെ നമ്മുടെ നിയുക്തനായ ഒരു മുഖ്യമന്ത്രി, ഇപ്പം നിലവിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി മരണപ്പെട്ടു പോയി കഴിഞ്ഞ് അടുത്ത സക്സസർ ആരും ഇല്ല, അതിൻ്റെ നിയമപരമായ അടുത്ത അനന്തരാവകാശം എന്ന് പറയാൻ ആളില്ല എങ്കിൽ ഗവർണർക്ക് ഒരാളെ ചുമതലപ്പെടുത്തിക്കൊണ്ട്
മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ആവശ്യപ്പെടാം. അത് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവറാണ്. ഇതൊക്കെ സിറ്റുവേഷണൽ ഡിസ്ക്രിഷൻ പവറാണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകിച്ച് പറയാത്തതും എന്നാൽ രാഷ്ട്രപതിക്ക് സാന്ദർഭികമായിട്ട് വിവേചന അധികാരം കൊടുക്കുന്നതുമായ സന്ദർഭങ്ങളാണ്. ഒരു പാർട്ടിക്കും മെജോറിറ്റി ഇല്ലാതെ വരുമ്പം ഏതെങ്കിലും ഒരു കക്ഷിയെ വിളിക്കാം മന്ത്രിസഭ ഉണ്ടാക്കാനായിട്ട്. ഒരു മുഖ്യമന്ത്രി മരണപ്പെട്ടു പോയി, എന്നാൽ അതിൻ്റെ അടുത്ത അനന്തരാവകാശി പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ ആളില്ല എങ്കിൽ ഗവർണർക്ക് യുക്തമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ വിളിച്ച് മുഖ്യമന്ത്രിയായി പദവി വഹിക്കാൻ ആവശ്യപ്പെടാം. ഇതൊക്കെ സിറ്റുവേഷണൽ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷൻ പവറാണ്. കഴിഞ്ഞില്ല. ഡിസ്മിസിങ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സിറ്റുവേഷൻ വേർ ദർ ആർ അൺഎബിൾ ടു പ്രൂവ് ദെയർ കോൺഫിഡൻസ് ഇൻ ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. നോക്കൂ, സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ മന്ത്രിസഭയെ പിരിച്ചുവിടാൻ ഇദ്ദേഹത്തിന് വിവേചനാധികാരമുണ്ട്. പ്രത്യേക അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഇല്ലാതെ പോകുന്ന ഒരു ഭരണകൂടത്തെയാണെങ്കിൽ അതിനെ പിരിച്ചുവിടാനുള്ള അധികാരം ഇദ്ദേഹത്തിനുണ്ട്. ഇനി ഡിസോൾവിങ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ലോസസ് ദെയർ മെജോറിറ്റി. ഇനി അതുപോലെ തന്നെ ഡിസോൾവിങ് സംസ്ഥാന നിയമസഭ തന്നെ പിരിച്ചുവിടാം ഇദ്ദേഹത്തിന് അധികാരമുണ്ട്. മെജോറിറ്റി സംസ്ഥാന നിയമസഭയ്ക്ക് മെജോറിറ്റി ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പിരിച്ചുവിടാനുള്ള അധികാരം ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഗവർണർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ MCQ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഒരുപാട് താല്പര്യപൂർവ്വം പഠിച്ച് മുന്നേറുക. ഞാൻ ഈ പഠിപ്പിച്ച ഏരിയയിൽ ഇതിനകത്ത് നോട്ടില്ലാത്തത് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കുറിച്ചെടുക്കാൻ ശ്രമിക്കുക. ക്ലാസ് ആവർത്തിച്ച് കണ്ടതിന് ശേഷം അതെല്ലാം ഒന്ന് നോട്ടാക്കി കുറിച്ച് എടുത്ത് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കൊണ്ട് പ്രയോജനം ഉണ്ടാകും. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.